നാമത്തിന് മഹത്വം. നമ്മൾ വെളിപ്പാട് പുസ്തക ക്ലാസ്സിലേക്ക് 5ാമത്തെ ക്ലാസ്സിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. സമയം ഒട്ടും കളയാതെ നമുക്ക് പഠനത്തിലേക്ക് നീങ്ങാം. കഴിഞ്ഞ 3 ക്ലാസ്സുകളും വളരെ അനുഗ്രഹമായിരുന്നു. എനിക്ക് തോന്നുന്നത് 4ാമത്തെ ക്ലാസ്സാണ് തോന്നുന്നത്. ഈ ക്ലാസ്സുകളെല്ലാം നമുക്ക് അനുഗ്രഹമായി തീരേണ്ടതിന് ദൈവത്തിൻ്റെ 5ാമത്തെയാണോ നമ്മളെ? ഓക്കെ, 4ആണോ 5ആണോ? 5ാമത്തെ ക്ലാസ്സാണ്. പ്രൈസ് ലോർഡ്. എന്നെ ഏഞ്ചൽ സഹായിക്കുന്നുണ്ട്, ഡോക്ടർ ഏഞ്ചൽ. അതുപോലെ തന്നെ നമ്മുടെ റോസമ്മ സോളമൻ ഇവിടെ ബന്ധിച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരും എന്നെ വായനയെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യമായി നമുക്ക് വായിക്കാനുള്ള പാഠം വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യമാണ്. വായിക്കാം. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ, സമയം അടുത്തിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ 2 വാക്യങ്ങൾ ചിന്തിച്ചു. വെളിപ്പാട് പുസ്തകം നമ്മൾ പെട്ടെന്ന് ഈ മൃഗങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന വിഷയമാണ് ആൾക്കാർക്ക് കേൾക്കേണ്ടത്. ശാന്തമായിട്ട് ഇരുന്നാൽ 1 വർഷം കൊണ്ട് ദിവസം ഈ ക്ലാസ് എടുക്കുകയാണെങ്കിൽ എൻ്റെ 366 ക്ലാസ്സാണ്. ദിവസം ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ 1 വർഷം കൊണ്ട് തീരും, അല്ലെങ്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ശാന്തമായിട്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കണം. പെട്ടെന്ന് പഠിക്കുകയാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് വെളിപ്പാട് പുസ്തകം തീർക്കാം. അങ്ങനല്ലല്ലോ. കർത്താവ് ഈ തിരുവെഴുത്തുകളെ ആധാരമാക്കി എന്നൊക്കെ നമ്മൾ വായിക്കുന്നില്ലേ? അപ്പോൾ ഓരോ വാക്കുകളും എടുത്താണ് നമ്മൾ സംസാരിക്കുന്നത്. ഇവിടെ നമ്മൾ വായിച്ചത് ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ, സമയം അടുത്തിരിക്കുന്നു. സമയം അടുത്തിരിക്കുന്നു എന്നുള്ള ഒരു ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഇന്ന് ലോകത്തിലെ സംഭവങ്ങളെല്ലാം കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്ത് പോയിരിക്കുന്നു എന്ന് നമ്മെ വിളിച്ചറിയിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൻ്റെ ക്രമം നിങ്ങൾക്കറിയാമല്ലോ. അത് 3 ഭാഗമായി തിരിച്ചിരിക്കുന്നു. നമ്മൾ തിരിക്കേണ്ട 1-ാം അധ്യായം 19-ാം വാക്യം. നീ കണ്ടത് 1-ാം അധ്യായം, ഇപ്പോഴുള്ളത് 2-3 അധ്യായം. ഇനി സംഭവിപ്പാനിരിക്കുന്നത്, ഭാവിയിൽ സംഭവിപ്പാനിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങൾ. ഈ ക്ലാസ്സുകൾ ഒരു 6 മാസം എടുത്തതിന് ശേഷം ഞാൻ ഒരു പരീക്ഷ ഇടുന്നുണ്ട്. ആ പരീക്ഷയിൽ നിങ്ങൾ ആരൊക്കെ ജയിക്കുമെന്ന് അറിയണം. മനസ്സിലാവും. അത് വലിയ സമ്മാനമാണ് കൊടുക്കുന്നതല്ല, ചെറിയ സമ്മാനമൊന്നുമല്ല. അതുകൊണ്ട് എന്ന് വിചാരിച്ച് കാറൊന്നും മേടിച്ചാലല്ല, സമ്മാനം ചില കാണാൻ കൊള്ളാവുന്ന സമ്മാനമായിരിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പഠിക്കാൻ തക്കവണ്ണം വളരെ ഉത്സുകരായിരിക്കണം. ഇവിടെ നമ്മൾ വായിച്ചത് 4 പ്രാവശ്യം ഇത് എഴുതാൻ വേണ്ടി യോഹന്നാൻ ആത്മാവിലായി. അതുതന്നെ നിങ്ങൾ കാണിച്ചു നോക്കിയേ. ആത്മാവിലായെങ്കിൽ മാത്രമേ, ആത്മാവിൻ്റെ ശക്തി നമ്മുടെ മേലുണ്ടെങ്കിൽ ഇത് ഗ്രഹിപ്പാൻ തക്കവണ്ണം സാധിക്കത്തുള്ളൂ. ആത്മാവ് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇത് ഗ്രഹിപ്പാൻ തക്കവണ്ണം കഴിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ആത്മ നിറവിൽ വേണം ഈ വചനം, ഈ പ്രവചനം നമ്മൾ ശ്രദ്ധിക്കാൻ. ഇവിടെ വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് വായിക്കുന്നത് വായിച്ച് കേൾപ്പിക്കുന്നവൻ. ആദ്യ കാലങ്ങളിലൊക്കെ ഇത് വായിച്ച് കേൾപ്പിക്കുമായിരുന്നു. ഈ സങ്കീർത്തനങ്ങൾ തന്നെ 150 സങ്കീർത്തനം ഉണ്ടല്ലോ. ഇന്നും യഹൂദന്മാരുടെ പള്ളികളിൽ ആ സങ്കീർത്തനം അവർ വായിക്കും. അവരുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സങ്കീർത്തനങ്ങൾ. യഹൂദ പള്ളികളിൽ, സിനഗോഗിൽ ഈ തിരുവെഴുത്ത പഴയ നിയമം അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ കാലത്തിന് ശേഷമുള്ള ആ നിലയിലുള്ള കാര്യങ്ങൾക്കാണ് അവർ പ്രാധാന്യം കൊടുക്കാത്തത്. കാരണം യേശു മശിയാണെന്ന് അവർ വിശ്വസിക്കുന്നില്ല. ജാതിയായിട്ട് യഹൂദന്മാരിൽ ഇഷ്ടം പോലെ ക്രിസ്ത്യാനികളുണ്ട്, അത് അമേരിക്കയിലുണ്ട്. എന്നാൽ ജാതിയായിട്ട് അവർ ക്രിസ്തുവിനെ കൈക്കൊണ്ടില്ല. ക്രിസ്തുവിനെ അവർ കൈക്കൊള്ളാൻ പോകുന്നതേ ഉള്ളൂ. യേശു ഒരു പ്രവാചകനാണെന്നുള്ള നിലയിൽ അവരെ കണക്കിലെടുത്തിട്ടുണ്ട്. എന്നാൽ യേശുവിനെ ഒരു മശിയായിട്ട് അവർ അംഗീകരിച്ചിട്ടില്ല. മശിയ വരുമെന്ന് പറഞ്ഞ് അവരെ കാത്തിരിക്കുകയാണ്. ന്യായപ്രമാണ പുസ്തകത്തിൽ പഴയ നിയമം അവർ വിശ്വസിക്കുന്നു, അതവർ വായിക്കുന്നു. പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങൾ അവരുടെ പള്ളികളിൽ വായിക്കുമായിരുന്നു. അപ്പം ഇത് വായിക്കുന്ന ഒരു ഭാഗ്യവാന്മാരാണ്. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എന്താ എഴുതിയത്? നമ്മളൊന്ന് വായിച്ച് 1 തിമോത്തിയോസ് 4:13. അതിലെടുത്തൊരു വായിച്ചാട്ട്. അത് ഓൺ ചെയ്യും മോളെ, മ്യൂട്ടാ കിടക്കുക. അത് ഓഫ് ചെയ്യണ്ട. ഞാൻ വരുവോളം വായന, പ്രബോധന, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കുക. ഒരു വാക്യം മാറ്റാൽ മതി. ഞാൻ വരുവോളം വായന, പ്രബോധനം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കുക. ഉപദേശം. ഞാൻ വരുവോളം വായന, പ്രബോധനം
ഉപദേശം ഇവയിൽ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോസ്തലനായ പൗലോസ് ജയിലിൽ തിമോഥെയോസിന് എഴുതുന്ന ഈ ലേഖനത്തിൽ പറയുകയാണ്, രണ്ടാമത്തെ ലേഖനം എഴുതുമ്പോഴാണ് താൻ ജയിലിൽ കിടന്നത്. ഒന്നാമത്തെ ലേഖനം താൻ എഴുതുമ്പോൾ തൻ്റെ മിഷണറി യാത്രയിൽ എഴുതിയ ലേഖനമാണ്. അപ്പൊ ഞാൻ വരുവോളും വായന, പ്രബോധനം, ഉപദേശം. അപ്പൊ നമ്മൾ വായിക്കണം. തിരുവചനം എന്തിനാ വൈകുന്നേരം വായിച്ചവരുണ്ടോ? വായന. ഇപ്പൊ ഇത് വായിച്ച് കേൾപ്പിക്കുന്നവർ ഭാഗ്യവാന്മാരാ. അപ്പൊ നമ്മുടെ റോസമ്മയും നമ്മുടെ ഡോക്ടർ ഏഞ്ചലും ഇത് വായിച്ച് കേൾപ്പിക്കുമ്പോൾ അവരെത്ര വലിയ ഭാഗ്യവാന്മാർ. വായിച്ച് കേൾപ്പിക്കുക, വായിക്കുക എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്. അതുപോലെ തന്നെ പഴയ നിയമ കാലത്തും ഒക്കെ ഇത് വായിച്ച് കേൾപ്പിക്കുമായിരുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ കാലത്ത് ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ ഒന്ന് വായിച്ചേ. അവൻ വളർന്ന് നസ്രയത്തിൽ വന്നു. ശബ്ബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. നോക്കണമേ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പള്ളിയിൽ ചെന്നപ്പോൾ, താൻ വളർന്ന നസ്രയത്തിൽ വന്നപ്പോൾ താൻ പള്ളിയിൽ ചെന്നു. പതിവ് പോലെ പള്ളിയിൽ ചെന്നു. ആ വാക്ക് നിങ്ങൾ പ്രത്യേകിച്ചോ, പതിവ് പോലെ. യേശുക്രിസ്തു തൻ്റെ ജീവിതത്തിൽ ചെയ്ത പതിവ് പോലെ എന്നുള്ള പ്രധാനപ്പെട്ട 3 വിഷയമുണ്ട്. ആ വാക്യത്തോടെ ബന്ധം ഞാൻ പറഞ്ഞതാ, പതിവ് പോലെ. അതിലൊന്നാണ് പതിവ് പോലെ താൻ പള്ളിയിൽ പോയി. രണ്ടാമത് സുവിശേഷങ്ങളിൽ കാണുന്ന ഒരു പദമാണ് പതിവ് പോലെ പ്രാർത്ഥിപ്പാൻ മലയിൽ കയറി. പതിവ് പോലെ. 3, പതിവ് പോലെ താൻ ഉപവസിക്കുമായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളൊക്കെ ഉപവസിക്കുകയൊക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. എന്നാൽ എനിക്ക് ആ പദത്തിൽ വലിയ സന്തോഷം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് നല്ല മാതൃക കാണിച്ചിരിക്കുകയാണ്. പതിവ് പോലെ പള്ളിയിൽ പോവുക. വല്ലപ്പോഴും പള്ളിയിൽ പോകുന്നില്ല, പതിവ് പോലെ. തോന്നുമ്പം പള്ളിയിൽ പോകുന്നല്ല, സമയം ലംഘിച്ചു പോകുക എന്നുള്ളതല്ല. ഇന്ന് പലരും ആരാധനയ്ക്ക് വരുന്നത് എങ്ങനെയാ? അവരുടെ സമയത്തിനാണ് വരുന്നത്. പാസ്റ്റർ അക്ഷയ ഒരു സമയം വെച്ചിട്ടുണ്ട്. എന്നാൽ ആ സമയത്തിന് പള്ളി വരുന്നവരൊക്കെ വളരെ ചുരുക്കമാണ്. എന്നാൽ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് പതിവ് പോലെ സമയത്തെക്കുറിച്ച് വലിയ ബോധമുണ്ടായിരുന്നു നമ്മുടെ കർത്താവിന്. സമയത്തെക്കുറിച്ച് 3.5 വർഷക്കാലം ശുശ്രൂഷിച്ച സമയത്ത് തൻ്റെ സമയത്തെക്കുറിച്ച് ഒരു ബോധമുണ്ടായിരുന്നു. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു എന്നൊരു ബോധ്യം യേശു ഉണ്ടായിരുന്നു. അപ്പൊ പതിവ് പോലെ യേശുക്രിസ്തു പള്ളിയിൽ ചെന്നു. പതിവ് പോലെ പ്രാർത്ഥിപ്പാൻ മലയിൽ കയറി. പതിവ് പോലെ താൻ ഉപവസിക്കുമായിരുന്നു. ഈ 11 കൂട്ടി 3 പ്രധാനപ്പെട്ട വിഷയം സുവിശേഷങ്ങളിൽ നമ്മൾ കാണുവാൻ കഴിയും. നിങ്ങൾ കണ്ടുപിടിക്കണം. ഞാൻ ബാക്കി പറയുന്നില്ല. പതിവ് പോലെ പ്രാർത്ഥിക്കുക. അടുത്ത ആഴ്ച ചോദിക്കും, പതിവ് പോലെ പ്രാർത്ഥിക്കുമായിരുന്നു, പതിവ് പോലെ ഉപവസിക്കുമായിരുന്നു. കേട്ടോ മോളെ, കണ്ടുപിടിക്കണേ. പതിവ് പോലെ. അപ്പൊ നമ്മുടെ യേശുക്രിസ്തു പതിവ് പോലെ ഇത് ചെയ്യുമായിരുന്നു. പള്ളി ചെന്ന ഉടനെ താൻ വായിപ്പാൻ എഴുന്നേറ്റുന്നു. വായിച്ചത് ഏതുവാകാന്നറിയോ? യെശയ്യാ പ്രവചനം. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്തു. ആ ഭാഗം വായിച്ചിട്ട് കർത്താവ് പറഞ്ഞു, ഇന്ന് വായിച്ചതുകൊണ്ട് ഇത് നിറവേറി എന്ന് പറഞ്ഞപ്പം അവിടെ സംഭവിച്ച ചർച്ചിൽ ആദ്യമേ കർത്താവ് സംസാരിച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞു, എന്താ പറഞ്ഞറിയാമോ? അവൻ്റെ ലാവണ്യ വാക്കുകൾ കേട്ട് അവനെ പുകഴ്ത്തി. ആ വാക്കുകൾ കേട്ടപ്പോഴത്തേക്ക് പുകഴ്ത്തി. കുറെ കഴിഞ്ഞപ്പം ഇതിന് വായിച്ചുകൊണ്ട് നിവൃത്തി വന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഉണ്ടല്ലോ, അവരാകെപ്പാടെ ബഹളം ഉണ്ടാക്കി. ആ തുടർന്നുള്ള കർത്താവിൻ്റെ പ്രവാചകനായ ഏലിശയുടെ കാര്യവും മറ്റും ഏലിയാവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവരാകെപ്പാടെ ചൂടായി ബഹളം ഉണ്ടാക്കി. അവനെ അവിടുന്ന് വലിച്ചടിച്ചുകൊണ്ട് മലയിൽ തലകീഴായിട്ട് മറിച്ചിടാനൊക്കെ ഭാവിച്ച ഭാഗങ്ങളൊക്കെ നമുക്കറിയാം. പതിവ് പോലെ വായിക്കുമായിരുന്നു, തിരുവചനം വായിക്കുമായിരുന്നു. അതുപോലെ തന്നെ അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിക്കാം. 13-ന്റെ പ്രവാചകങ്ങളും വായിച്ചു തീർന്നപ്പോൾ പള്ളിപ്രമാണികൾ അവരുടെ അടുക്കൽ ആളയച്ച്, സഹോദരന്മാരെ, നിങ്ങൾക്ക് ജനത്തോട് പ്രബോധനം വല്ലതും ഉണ്ടെങ്കിൽ പറവീനെന്ന് പറയിച്ചു. നോക്കണമേ, പള്ളിയിൽ അവർ വായിച്ചു. അപ്പോസ്തലനായ പൗലോസ് മറ്റും അന്ത്യോക്യയിൽ ചെന്നപ്പോൾ അവർ അന്വേഷിച്ച ഇവിടെ എവിടെയെങ്കിലും പള്ളി ഉണ്ടെന്നാ, സിനിമാ തിയേറ്റർ ഉണ്ടെന്നല്ല അന്വേഷിച്ച്. ഇവിടെ എവിടെയെങ്കിലും നമ്മളൊക്കെ ഓരോ ഇന്നത്തെ ആൾക്കാർക്ക് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഇവിടെ തിയേറ്റർ ഉണ്ടോ എന്നുള്ള നിലയിലാണ് അന്വേഷിക്കുന്നത്. എന്നാൽ പൗലോസ് സമയത്ത് ചെന്ന ഉടനെ ഇവിടെ അടുത്ത ആരാധന എവിടെ ഉണ്ടെന്ന് അന്വേഷിക്കുന്നത്. ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ആൾക്കാരുടെ കാര്യമല്ല ഈ പറയുന്നത്, പൊതുവെ ആൾക്കാരുടെ ഒരു ചിന്ത നിലയാണ് ഈ പറയുന്നത് കേട്ടോ. നമ്മുടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ എത്ര അനുഗ്രഹിക്കപ്പെട്ട് ദൈവത്തിനെ പഠിപ്പാൻ തക്കണം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടതാണ്. നിങ്ങളുടെ ആ ശ്രദ്ധയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പള്ളിയിലുള്ളവരെല്ലാവരും അവൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ടിരുന്നു, കണ്ണിൽ പതിഞ്ഞുകൊണ്ടിരുന്നു അവരുടെ കണ്ണ്. കർത്താവ് പള്ളിയിൽ വചനം വായിച്ചപ്പോൾ ഇവിടെ അന്ത്യോക്യയിൽ പൗലോസ് മറ്റും എത്തിയപ്പോൾ അവിടുത്തെ ശബ്ദ ദിവസം അടുത്തുള്ള പള്ളിയിലേക്ക് കടന്നു ചെന്നപ്പോൾ അവർ തിരുവചനം വായിക്കുന്നു.
ഇവരെ കണ്ടപ്പോൾ പറഞ്ഞു എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞു. പൗലോസും മറ്റും അവിടെ സുവിശേഷം പറഞ്ഞാൽ നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം എന്തെന്നറിയാമോ? ഇത് വായിക്കണം, തിരുവചനം വായിക്കണം, അത് ക്രമമായിട്ട് വായിക്കണം. ഞാൻ കുറഞ്ഞ ഒരു 15 പ്രാവശ്യമെങ്കിലും ഈ ബൈബിൾ മൊത്തം വായിച്ചിട്ടുണ്ട്. ചിലർക്ക് സങ്കീർത്തനം മാത്രമേ വായിക്കത്തുള്ളൂ, സങ്കീർത്തനം മാത്രം. എന്നാളൊരു മോള് ഇന്റർവ്യൂവിന് പോയ സമയത്ത് വായിച്ചപ്പോഴേ കിട്ടിയ വാക്യം യൂദ കെട്ടി ഞാൻ നീ എത്തുന്ന. അപ്പൊ അത് വായിച്ചു കഴിഞ്ഞപ്പം കൊച്ചങ്ങ് ബൈബിള് മടക്കിട്ട് തുറന്നു നോക്കി. അടുത്ത കെട്ടിയത് നീയും അങ്ങനെ തന്നെ ചെയ്യാന്ന് ഒരു വാക്യം ബൈബിളുണ്ടല്ലോ. അപ്പൊ ഈ കൊച്ചിന് വലിയ വിഷമായി. മൂന്നാമത് എടുത്ത് വായിച്ചപ്പോഴത്തേക്ക് ഇനി താമസിക്കുന്നുണ്ട് ഈ വാക്യങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞതേ, അങ്ങനെ ഈ ബൈബിൾ പറഞ്ഞിങ്ങനെ അങ്ങനെ അല്ല, നമ്മൾ വായിക്കണം, നമ്മൾ ഗ്രഹിക്കണം, പഠിക്കണം, വായിക്കുക. ഞാൻ ഈ ബൈബിൾ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് രാവിലെ ഇരുന്ന് ഒരു 2 മണിക്കൂർ പ്രാർത്ഥിച്ച് വായിച്ചിട്ടാണ് ദൈവം പഠിക്കാൻ തക്കണം വരുന്നത്. ഞാൻ കഴിഞ്ഞ ഏറിയ വർഷക്കാലമായിട്ട് 10-50 വർഷമായിട്ട് വെളിപ്പാട് പുസ്തകം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഇന്നും എനിക്ക് വായിക്കണം, പഠിക്കണം, എങ്കിൽ മാത്രമേ അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ തക്കൊണ്ട് സാധിക്കത്തുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ കാണാതെ അറിയാമെങ്കിലും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് പഠിച്ച് മറ്റുള്ളവരെ പ്രബോധിപ്പിക്കാന്നുള്ളതാണ്. ഇപ്പം എനിക്ക് കിട്ടിയ വാക്യം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സാക്ഷ്യം പറയുമല്ലോ, അങ്ങനെയല്ല. നമ്മൾ ദൈവത്തിന്റെ വചനം ധ്യാനിക്കണം, പഠിക്കണം. ഇത് വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ. വായിക്കുക. കൊലോസ്യ ലേഖനം 4:16 വായിച്ച്. നിങ്ങളുടെ ഇടയിൽ ഈ ലേഖനം വായിച്ചു തീർന്ന ശേഷം ലവോദിക്യ സഭയെ കൂടി വായിപ്പിക്കുകയും ലവോദിക്യയിൽ നിന്ന് ഉള്ളത് നിങ്ങളും വായിക്കുകയും ചെയ്യുവിൻ. നോക്കണമേ, ഞാൻ നിങ്ങളെല്ലാം ഒന്ന് ഉത്സാഹിപ്പിക്കുക. കൊലോസ്യർക്ക് ലേഖനം എഴുതി പറയാണ് നിങ്ങളിത് സഭയെ വായിക്കണം. അത് കഴിഞ്ഞ് ലവോദിക്യർക്ക് ഞാൻ ലേഖനം എഴുതിയിട്ടുണ്ട്, അത് നിങ്ങളുടെ സഭയെ വായിക്കുകയും നിങ്ങളുടെ ലേഖനം അവർക്ക് അയച്ചു കൊടുക്കുകയും അവിടെ വായിക്കുകയും ചെയ്യണം. അപ്പം ദൈവജനത്തിന് ഞാൻ ആരംഭത്തിൽ തന്നെ ഒരു ഉപദേശം പറയുകയാണ്, തിരുവചനം നമ്മൾ വായിക്കാതിരിക്കരുത്, അത് വായിച്ചുകൊണ്ടേയിരിക്കണം. ഉൽപ്പത്തി മുതൽ വായിച്ചു തുടങ്ങണം. ഇന്ന് മുതൽ തീരുമാനം എടുക്കണം. ഒരു പ്രാവശ്യമെങ്കിലും ബൈബിൾ വായിച്ചു തുടങ്ങിയിട്ടുണ്ടോ? ഉൽപ്പത്തി മുതൽ നമ്മൾ വായിച്ച് പിന്നെ തീരരുത്, പിന്നെ ആദ്യം മുതൽ തുടങ്ങണം. നമ്മുടെ ജീവിതകാലം വരെയും ഈ തിരുവചനം ധ്യാനിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. 1 തെസ്സലോനിക്കർ 5:28 വായിച്ചിട്ട് കൊണ്ടുപോവാം. 1 തെസ്സലോനിക്കർ 5:20. കർത്താവാണ് സഹോദരന്മാരെ ഒക്കെ ഈ ലേഖനം വായിച്ച് കേൾപ്പിക്കണം. പൗലോസ് പറയാണ്, കർത്താവാണ് സഹോദരന്മാരെ ഒക്കെയും ഈ ലേഖനം വായിച്ചു കേൾപ്പിക്കണം, വായിച്ചു കേൾപ്പിക്കണം. ഇത് നമ്മൾ ഇത് വായിക്കാൻ തക്കണം, വായിച്ച് കേൾപ്പിക്കാൻ തക്കണം. ഇത് അത് വായിക്കുന്നവർ മാത്രമല്ല, ഇത് കേൾക്കുന്നവര്, അത് പ്രമാണിക്കുന്നവരെല്ലാം ഭാഗ്യവാനാണ്. അടുത്തതായിട്ട് ഈ വാക്യത്തിന്റെ വിഷയം, ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ പ്രവചനം, വെളിപ്പാട് പുസ്തകം ഒരു പ്രവചനമല്ല, വരമല്ല. വെളിപ്പാട് പുസ്തകം വചനമാണ്. പ്രവചനം വരമായിട്ട് നമുക്ക് ലഭിക്കുന്ന കാണുവാൻ തക്കൊണ്ട് കഴിയും. ഒരു വ്യക്തിക്ക് ദൈവമായ കർത്താവ് ആത്മാവ് നൽകുന്നത് സ്വന്തം ഭാഷയിൽ വെളിപ്പെടുത്തുന്നതാണ് പ്രവചനം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ നാവിന്മേൽ തരുന്ന ആ വാക്കുകൾ സ്വന്തം ഭാഷയിൽ പ്രവചിക്കുന്നതാണ് പ്രവചനം എന്ന് പറയുന്നത്. അത് കൂട്ടത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ പ്രവചിക്കുക. മറ്റത് അന്യഭാഷ പറഞ്ഞ് പറയുന്നതിന് വ്യാഖ്യാനം എന്ന് പറയുന്നത്. അന്യഭാഷ പറയുന്നത് വ്യാഖ്യാനം. ഒരു വാക്കിന് തന്നെ അത് അന്യഭാഷ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, അർത്ഥം പറയല്ല. ഇപ്പൊ ഞാൻ പറയാം, ബൽശസ്സർ രാജാവ് അപ്പൻ കൊണ്ടുവന്ന യെരൂശലേം ദേവാലയത്തിൽ കൊണ്ടുവന്ന പൊൻപാത്രങ്ങളെല്ലാം അതിൽ പകർന്നൊരു വിരുന്നൊരുക്കിയിട്ട് ആ പാത്രങ്ങളിൽ വീഞ്ഞ് പാർന്ന് കുടിച്ചില്ലേ? ദാനിയേൽ പ്രവചനം 5-ാം അധ്യായത്തില്ലേ? ആ വീഞ്ഞ് കുടിച്ച സമയത്ത് ഭിത്തിമേലൊരു കൈപ്പത്തി വന്നു. ആ കൈപ്പത്തി കണ്ടപ്പം വെറുണ്ടു പോയി. കാരണം എന്താണെന്നറിയത്തില്ല. ഒരു കൈപ്പറ്റി വന്ന് ഒരു എഴുത്തെഴുതി. അവസാനം മന്ത്രവാദികളൊക്കെ വരുത്തിട്ട് അവർക്ക് വായിക്കാൻ പറ്റിയില്ല. ദാനിയേലിനെ വരുത്തി. ദാനിയേൽ പറഞ്ഞു, ഓ ഇതെന്റെ അപ്പച്ചന്റെ കൈയെഴുത്താ, ഞാൻ വായിക്കാം. മേനെ മേനെ തെക്കേ കൂപ്പർസി. മേനെ എന്ന് വെച്ചാൽ, ഇപ്പൊ മേനെ എന്നുള്ള എന്റെ വ്യാഖ്യാന പറയുന്നത്. മേനെ എന്ന് വെച്ചാൽ, നാളൊരു അമ്മ വായിച്ചു മോനെ മോനെ എന്ന് പറഞ്ഞാൽ വായിച്ച. അങ്ങനെയല്ല, മേനെ
മോനെ മേനെ തെക്കേ വീട്ടിൽ പോയൊരു ഉപ്പ് വാങ്ങിച്ചുണ്ട്, അങ്ങനെ വായിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് മോനെ മോനെ അല്ല, മേനെ. നിങ്ങളുടെ അല്പം ശബ്ദം കൂടെ ഇങ്ങോട്ട് ഇതൊക്കെ നടന്ന സംഭവം കേട്ടോ, അല്ലാതെ ഞാൻ ഉണ്ടാക്കി പറയുന്ന കാര്യങ്ങളല്ല, പണ്ടത്തെ കാലത്ത് നടന്ന സംഭവങ്ങൾ. എൻ്റെ യോഗത്തിന് ആരും വായിച്ചിട്ടില്ല. ഇങ്ങനെ ഞാൻ ഈ സദസ്സിൽ ഇങ്ങനെ ഇതുപോലെ സദസ്സിൽ വായിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം എന്താണെന്ന് അറിയത്തില്ലല്ലോ. മേനെ എന്ന് പറഞ്ഞാൽ നിന്നെ തുലാസിൽ തൂക്കി കുറവുള്ളവരായി കണ്ടിരിക്കുന്നു. നോക്കണമേ, വ്യാഖ്യാനം പോയത് കണ്ടോ? ആ മേനെന്നുള്ളത് ഒരൊറ്റ പദത്തിനകത്ത് ഒരർത്ഥമുണ്ട്, എന്നാൽ അതിന്റെ വ്യാഖ്യാനം പറഞ്ഞത് മേനെ എന്ന് വെച്ചാൽ നിന്നെ തുലാസിൽ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. അതാണ് വ്യാഖ്യാനം. തെക്കേൽ എന്ന് വെച്ചാൽ തെക്കേൽ നിന്റെ രാജ്യം വിഭാഗിച്ച് മേദ്യർക്കും പാർസികൾക്കും കൊടുത്തിരിക്കുന്നു കേട്ടോ. ആ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ നീണ്ട വ്യാഖ്യാനമാണ്. അതാണ് അന്യഭാഷ പറയുന്നതിന് വ്യാഖ്യാനം എന്ന് പറയും. പ്രവചനം ദൈവം തരുന്ന ദൂത് സ്വന്തം ഭാഷയിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നതാണ്. അത് വളരെ ആശ്വാസം ഉണ്ടാകുന്നതാണ്, പ്രബോധനം ഉണ്ടാകുന്നതാണ്. പ്രവചനം 3 കൂട്ടം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ വരമായിട്ടുള്ള വിഷയങ്ങൾ പറഞ്ഞിട്ട്, കാരണം വെളിപ്പാട് ഈ പ്രവചനം എന്ന് പറയുമ്പോൾ ഉടനെ വരമായിട്ട് ആരും എടുക്കരുത്. അതുകൊണ്ടാണ് ഞാൻ അതുകൂടെ പറഞ്ഞു പോകുന്നത്. 1 കൊരിന്ത്യർ 12-ാം അധ്യായം 28-ാമത്തെ വാക്യം എന്ന് വായിച്ച് ദൈവസഭയിൽ 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 1ാമത് അപ്പോസ്തലന്മാർ, 2ാമത് പ്രവാചകന്മാർ, 3ാമത് ഉപദേഷ്ടാക്കന്മാർ എന്നിങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവൃത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാ വരം എന്നിവ നൽകുകയും ചെയ്തു. ദൈവസഭയിൽ പ്രവാചകന്മാര് നിയമിച്ചിരിക്കുന്നു. ദൈവസഭയിൽ പ്രവാചകന്മാർ, അപ്പോസ്തലന്മാർ, ഉപദേഷ്ടാക്കന്മാർ ഇതൊക്കെ നിയമിച്ചിരിക്കുന്നു. ഇതൊക്കെ സഭയിൽ ഉണ്ടായിരിക്കണം. ഇന്ന് പ്രവചനത്തെ വിമർശിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളത് ചെയ്യാൻ തക്കണം പാടില്ല. സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കുക. ദൈവസഭയിൽ അപ്പോസ്തലന്മാർ, ഇടയന്മാർ, പ്രവാചകന്മാർ, ഉപദേഷ്ടാക്കന്മാർ എന്നിവരെ നിയമിച്ചിരിക്കുകയാണ്. ഈ 3 ഔദ്യോഗിക സ്ഥാനങ്ങൾ സഭയ്ക്കകത്തുണ്ട്. നമുക്ക് ആ ഭാഗത്തെക്കുറിച്ച് വിവരിക്കാനല്ലേ ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രവചനം എന്തിനാണെന്ന് ചോദിച്ചാൽ, 1 ഭാവി കാലങ്ങളെ പറയുവാൻ തക്കവണ്ണം പ്രവചനം ഉപയോഗിക്കുന്നു. ഭാവി കാര്യങ്ങളെ പ്രസ്താവിപ്പാൻ ഈ പ്രവചനം ഉപയോഗിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 11-ാം അധ്യായം ആദ്യമേ 13-ാം അധ്യായം വാക്യം വെച്ച നമ്മള് അപ്പോസ്തലപ്രവൃത്തി ഏത് വാക്യം അയച്ചു തന്നെ? അപ്പോസ്തലപ്രവൃത്തി 11-ാം അധ്യായം 28-ാമത്തെ വാക്യം വായിച്ചേ. അവരിൽ അഗബോസ് എന്ന പേരുള്ളൊരുവൻ എഴുന്നേറ്റ് ലോകത്തിലൊക്കെയും മഹാക്ഷാമം ഉണ്ടാകും എന്ന് ആത്മാവിനാൽ പ്രവചിച്ചു. ലോകത്ത് ഒരു അഗബോസ് എന്ന് പറഞ്ഞ പ്രവാചകൻ എഴുന്നേറ്റ് ലോകത്തിൽ ഒരു മഹാക്ഷാമം ഉണ്ടാകുമെന്ന് പ്രവചിച്ചു. അത് പ്രവചനമായിരുന്നു. അത് നിറവേറി. അതാണ് ഭാവി കാലത്ത് നടക്കാൻ പോകുന്ന വിഷയങ്ങളെ പ്രവചിക്കുക. കർത്താവിന്റെ വരവിനെ കുറിച്ച് പ്രവചിക്കേണ്ട, അത് ഓൾറെഡി ഉണ്ട്. അതല്ല പ്രവചിക്കേണ്ടത്. അങ്ങനെ കർത്താവിന്റെ വരവ് ഇത്രാം തീയതി 1914 നടക്കുമെന്നൊക്കെ പറഞ്ഞ് വിദ്വാൻകുട്ടിയുടെ കാലത്ത് ഒരു പ്രവചനമൊക്കെ നടത്തി കുഴത്തിൽ പറ്റിപ്പോയി. വിദ്വാൻകുട്ടി ഭയങ്കര ഒരു മിടുക്കനായിരുന്നു, നല്ലൊരു സുവിശേഷകനായിരുന്നു, വളരെ കഴിവുള്ളവനായിരുന്നു. അതേ എഴുതിയ പാട്ടാണ് സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. എത്ര മനോഹരമായ പാട്ടാ. അന്ന് താന് കേരളത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ സ്റ്റേ ഓർഡർ വാങ്ങിച്ചുകൊണ്ട് വന്നു. പരസ്യോത്തിന് വിദ്വാൻകുട്ടി പ്രസംഗിക്കാൻ പാടില്ലെന്ന് കോർട്ടിൽ നിന്ന് സ്റ്റേ ഓർഡർ വാങ്ങിച്ചുകൊണ്ട് വന്നു. പ്രസംഗിക്കരുതെന്ന താൻ തിരിയാമോ ആ പരസ്യോത്തിന് അവിടെ നിന്നുകൊണ്ട് പാട്ട് പാടി സുവിശേഷം പറഞ്ഞു. പാട്ട് ഒരു മണിക്കൂർ അത് പാട്ടായിട്ടൊരു പാടി അറസ്റ്റ് ചെയ്യാൻ തക്ക നോക്കൂ. പ്രസംഗിക്കരുതെന്നാ പറഞ്ഞത്. അത്രയ്ക്ക് കഴിവുള്ള ഒരാളായിരുന്നു വിദ്വാൻകുട്ടി. പക്ഷെ സമത തെറ്റിപ്പോയി. 1914 കർത്താവ് വരുമെന്നൊരു പ്രവചനം പ്രവചിച്ചു. അത് വലിയ അപകടത്തിൽ ചെന്ന് ചാടുവാൻ തക്കണവിടെയായി തീർന്നു. അതോടെ തൻ്റെ ആ ശുശ്രൂഷ തീരുവാൻ തക്കണവിടെയായി. പ്രവചനം ഭാവിയിൽ കർത്താവിന്റെ വരവിനെ കുറിച്ച് ആർക്കും അതിന്റെ സമയം നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് ആ കാര്യം ആരും പ്രവചിക്കരുത്. പക്ഷെങ്കിൽ ദൈവത്തിന്റെ കൃപാവരം പ്രാപിച്ച വ്യക്തിക്ക് പ്രവചനവരം ഉണ്ടാകുമ്പോൾ ഭാവിയിൽ സംഭവിപ്പാൻ പോകുന്ന വിഷയങ്ങൾ അവർക്ക് ദൈവം പ്രകാശിച്ചു കൊടുക്കും. അത് പ്രവചിക്കുന്നു. ഇവിടെ അഗബോസ് പറഞ്ഞു
ഒരു വലിയ ക്ഷാമം ഉണ്ടാകാൻ പോകുന്നു. അത് നടന്നു. ഇനി 21 അധ്യായം 11 വാക്യം വായിച്ചേ. അപ്പോസ്തലർ 21:11. അവൻ അവൻ ഞങ്ങളുടെ അടുത്ത് വന്ന് പൗലോസിന്റെ അരക്കച്ച എടുത്ത് തന്റെ കൈകാലുകളെ കെട്ടി, ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ യെരൂശലേമിൽ ഇങ്ങനെ കെട്ടി ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു എന്ന് പറഞ്ഞു. നോക്കണമേ, ഈ അഗപ്പോസ് എന്ന് പറഞ്ഞ പ്രവാചകൻ തന്നെ പീലിപ്പോസ് എന്ന് പറഞ്ഞ സുവിശേഷന്റെ വീട്ടിൽ ചെന്നു. പീലിപ്പോസിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആദ്യമേ കുശലിപ്പണിയായിരുന്നു, പിന്നെ ദൈവം കാര്യങ്ങളെടുത്ത് ഉപയോഗിച്ചു. ശമരി ചെന്ന് പ്രവർത്തിച്ചു. വലിയ സഭ അവിടെ ഉണ്ടായി. അങ്ങനെ ആ സഭയെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുക പറഞ്ഞത്, ദൈവത്തിന്റെ ആത്മാവ് നീ ഇവിടെ എഴുന്നേറ്റ ട്രാൻസ്ഫർ ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക്. അദ്ദേഹത്തിന് പല ഒഴിവ് പറയാമായിരുന്നു. എനിക്ക് 4 പെൺപിള്ളേരുണ്ട്, ഞാൻ എങ്ങനെ ജീവിക്കുന്നൊക്കെ പറയാമായിരുന്നു കേട്ടോ. നല്ലൊരു വരുമാനമൊക്കെ ലഭിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ ട്രാൻസ്ഫർ കൊടുത്തത്. എന്നാൽ അന്നേരം താന് എഴുന്നേറ്റ് ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോയി. അവിടെ ചെന്ന് ഫിലിപ്പോസിനെ ഷണ്ണനെ കണ്ടു, സ്നാനപ്പെടുത്തി. അവന് ഇപ്പൊ ഒരു ഭവനമുണ്ട്. മനസ്സിലായി? സുവിശേഷന്മാർക്ക് ഭവനമൊന്നും വേണ്ട എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അന്ന് തനിക്ക് ഇതുപോലൊരു ഭവനമില്ലായിരുന്നു. ഇപ്പോൾ ഫിലിപ്പോസ് എന്ന സുവിശേഷകന്റെ വീട്ടിൽ പൗലോസും വളരെ ആൾക്കാരും കൂടിയിട്ടുണ്ട്. ഒരു വീട്ടില് കർത്താവിനെ അന്ന് ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് ഒന്നും കാണാതെ ഇറങ്ങി പുറപ്പെട്ട ഫിലിപ്പോസിന് ദൈവം അവനൊരു ഭവനം കൊടുത്തു. ആ ഭവനത്തിൽ പൗലോസും കൂട്ടരും വന്നിങ്ങനെ താമസിക്കുകയാണ്. ആ ഭവനത്തുള്ള പ്രത്യേകം എന്തറിയാമോ? തനിക്ക് 4 പെമ്മക്കളുണ്ട്. ആ പെമ്മക്കൾ ഭയങ്കര പ്രവാചകന്മാരാണ്. പ്രാർത്ഥന അങ്ങോട്ട് ആരംഭിച്ചു കഴിഞ്ഞു. അയ്യോ, അങ്ങനെ ഒരു സുവിശേഷന്റെ വീട്ടിലെ മക്കളൊക്കെ ഇങ്ങനെ പ്രവചിക്കുന്നവരുണ്ടെങ്കിൽ എന്തോ ഒരു അനുഗ്രഹമാണ്. ഈ 4 പെൺപിള്ളേരും അവിടെ പ്രവാചകന്മാരുണ്ടായിരിക്കെ വേറൊരു സ്ഥലത്ത് അഗബോസ് എന്ന് പറഞ്ഞൊരു പ്രവാചകനോട് വന്നു. ഇങ്ങോട്ട് പറയണ്ട, ഇവിടെ എന്റെ മക്കളെല്ലാം പ്രവചിക്കുന്നതെന്ന് പറഞ്ഞ് ഫിലിപ്പോസ് അറിഞ്ഞില്ല. ആ അഗബോസ് എന്ന് പറഞ്ഞ പ്രവാചകൻ പൗലോസിന്റെ അരക്കച്ചാണെന്നൊന്നും അറിയത്തില്ല. അതെടുത്ത് തന്റെ അരയിൽ കിടത്തി. ഈ അരക്കച്ചയുടെ ഉടമസ്ഥൻ യെരൂശലേമിൽ ബന്ധിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവിടെ ഇരുന്നവരെല്ലാം പറഞ്ഞു, അങ്ങനെ പോകരുത്, യെരൂശലേമിൽ പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ തടഞ്ഞപ്പോൾ പൗലോസ് പറഞ്ഞു, യെരൂശലേമിൽ ബന്ധിക്കപ്പെടാൻ മാത്രമല്ല ഞാൻ മരിപ്പാൻ ഒരുങ്ങിയിരിക്കും. അതുപോലെ സംഭവിച്ചു. യെരൂശലേമിൽ ചെന്നപ്പോൾ ഭയങ്കര പ്രോബ്ലം ഉണ്ടായി. ആ ഭാവമൊക്കെ നമുക്കറിയാം. അപ്പൊ ഭാവി കാര്യങ്ങളെ അറിയിക്കാൻ തക്കവണ്ണം പ്രവചനം ഉപയോഗിക്കുന്നു. ഇനി രണ്ടാമത്തെ വിഷയം, ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് ഒരു ശുശ്രൂഷ ഭാരം ഏൽപ്പിക്കുന്നതിന് പ്രവചനം ഉപയോഗിക്കും. ഒരു ശുശ്രൂഷ, ദൈവം ഒരു ശുശ്രൂഷ പരമേൽപ്പിക്കാൻ തക്കവണ്ണം പ്രവചനം ഉപയോഗിക്കുന്നു. 1 തിമോഥെയോസ് 4:14 വെച്ച് മൂപ്പന്മാരുടെ കഴിവോട് കൂടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായി നിന്നിലുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കാതെ നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമാക്കി തീർക്കേണ്ടതിന് ഇത് കരുതുക. മൂപ്പന്മാരുടെ കൈവപ്പോടുകൂടി നിനക്ക് ലഭിച്ച കൃപാവരം നീ ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. മക്കളമേ, അപ്പം ശുശ്രൂഷയ്ക്ക് പരമേൽപ്പിക്കുവാൻ പ്രവചനം അതേ വരം ഉപയോഗിക്കുന്നു. ഒരു ശുശ്രൂഷ ഏൽപ്പിക്കാൻ തക്കണം. തിമോഥെയോസിന് അങ്ങനെ ലഭിച്ചതാണ്. കൈവപ്പോടുകൂടി, മൂപ്പന്മാരുടെ കൈവപ്പോടുകൂടി ലഭിച്ച വരം. മൂന്നാമത്, പ്രവചനം ആത്മീയ വർധനയ്ക്കും പ്രബോധനത്തിനുമായി ഉതകുന്നു. പ്രവചനം ആത്മീയ വർധനയ്ക്ക് 1 കൊരിന്ത്യർ 14:3 വായിച്ചേ. പ്രവചിക്കുന്നവനോ ആത്മീയ വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. അപ്പൊ പ്രവചനം എന്തായിരിക്കണം? ആത്മീയ വർധന കൊണ്ടാണ് സഭയ്ക്കകത്ത് ആത്മീയ വർധന. ചിലർക്കൊക്കെ ദൈവം നൽകാത്ത ദൂതൊക്കെ പറഞ്ഞ് എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാമോ? കുടുംബങ്ങളെ നശിപ്പിച്ചിട്ടുണ്ട്. അത് ദൈവം നൽകിയതല്ല. പ്രവചനം ആത്മീയ വർധന സഭയ്ക്കുണ്ടാകണം. ആത്മീയ വർധന. പ്രവചനം അത് പ്രബോധനമായിരിക്കണം. ആത്മീയ വർധനയും പ്രബോധനമല്ലാത്ത പ്രവചനങ്ങൾ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. ഒരു സഭയിൽ കടന്നു വന്നിട്ട് ദൈവം നൽകാത്ത വാക്കുകൾ പറഞ്ഞ എത്രയോ സംഭവങ്ങളുണ്ട്. ഈ അമേരിക്കയിലുണ്ട്. കുടുംബം കളയിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ വരാൻ പാടില്ല. ആദിമ നൂറ്റാണ്ടുള്ള പോലെ തന്നെ ഇന്നും കൃപാവരങ്ങളുണ്ട്, വരങ്ങളുണ്ട്. പൗലോസ് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഈ വരത്തിന് വേണ്ടി ആഗ്രഹിക്കണം, വിശേഷാൽ പ്രവചിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ കൃപാവരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതിരിക്കരുത്. നമ്മുടെ സഭകളിൽ കൃപാവരം ഉണ്ടായിരിക്കണം. 3 കൂട്ടം കാര്യം. 1, ഭാവി കാലങ്ങൾ അറിയിപ്പാൻ. 2, ഒരു ശുശ്രൂഷ വരമേൽപ്പിക്കേണ്ടതിന്. 3, പ്രബോധനത്തിനായിരിക്കണം, ആശ്വാസനായിരിക്കണം. ആരാധനയ്ക്ക് കടന്നു വന്നിട്ട്
ദൈവം വെളിപ്പെടുത്താത്ത ഒരു കാര്യം ഒരു സഹോദരിയോട് വിളിച്ചു പറഞ്ഞ് സഭയുടെ മുമ്പിൽ അപമാനിക്കുന്ന ഏതെങ്കിലും ഒരു നിലയിൽ ആ സഹോദരി അവളുടെ ഭാവി ഒരു വിവാഹം നടക്കാതെ പോകത്തക്ക നിലയിലുള്ളതായ ദൂതുകളെ അറിയിച്ച് ആത്മഹത്യ ചെയ്ത് പ്രിയപ്പെട്ടവരുണ്ട്. അങ്ങനെ വരരുത്. ദൈവത്തിന് സ്തോത്രം. പ്രവചനപരം സഭയുടെ ആത്മീയ വർധനയ്ക്കായിരിക്കണം. പ്രവചനപരം പ്രബോധനത്തിനായിരിക്കണം. ഈ 3 കൂട്ടം കാര്യങ്ങൾ പൗലോസ് പറഞ്ഞു, നിങ്ങളെല്ലാവരും അന്യഭാഷ സംസാരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, വിശേഷാൽ പ്രവചിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പൗലോസ് ചോദിച്ചു, നിങ്ങളെല്ലാവരും അന്യഭാഷ സംസാരിക്കുന്നു? അപ്പൊ അവർ പറയാ, ഇല്ല, എല്ലാവരും പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ പൗലോസ് പറഞ്ഞ അടുത്ത ഉത്തരം എന്താ അറിയാമോ? നിങ്ങൾ എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കണമെന്നും വിശേഷാൽ പ്രവചിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചോദ്യം ഇതാ, നിങ്ങളെല്ലാവരും അന്യഭാഷ സംസാരിക്കുന്നു? അപ്പൊ അവർ കുറച്ചുപേർ പറയാ, ഇല്ല. എന്നാ പിന്നെ അങ്ങനെ നടന്നോടെന്ന് പറഞ്ഞ് പോവല്ലായിരുന്നു. അല്ല, നിങ്ങളെല്ലാവരും അന്യഭാഷ സംസാരിക്കണമെന്നും വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നു. ഇനി അടുത്തത് പൗലോസ് എന്താ പറഞ്ഞത്? നിങ്ങൾ എല്ലാവരെക്കാളും അധികം ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാട്ടോ. പൗലോസ് പറയാം, നിങ്ങളെക്കാൾ എല്ലാവരെക്കാളും അധികം ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഒറ്റയ്ക്കിരുന്ന് മണിക്കൂറുകൾ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കാറുണ്ട്. അന്യഭാഷയിൽ സംസാരിക്കുന്ന മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ സംസാരിക്കുന്നു. അതേ യോങ്കിച്ചോടെ ചർച്ചിൽ അസംബ്ലി സഹോദരന്റെ ഏറ്റവും വലിയൊരു ചർച്ചാണ് കൊറിയയിലുള്ള ചർച്ച. ആ ചർച്ചിൽ ഞാൻ പറഞ്ഞോന്ന് എനിക്കറിയത്തില്ല. ഒരു വീട്ടിൽ കല്യാണം, പെൺകുട്ടിയുടെ കല്യാണം കഴിക്കാതിരുന്ന സന്ദർഭത്തിൽ അവിടെ അതിനുവേണ്ടി ഒരുക്കിയിരുന്ന പണം ബാങ്കിൽ നിന്ന് എടുത്തു വെച്ച് കൊണ്ടുവന്നത് കള്ളനറിഞ്ഞിട്ട് കൊള്ളക്കാരറിഞ്ഞിട്ട് രാത്രി ചെന്ന് തോക്ക് കാണിച്ച് ആ ബാഗിങ് തരാൻ പറഞ്ഞു. അവർ പേടിച്ചെടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പിന്നെ കല്യാണത്തിന്റെ വിരുന്ന് നടത്തേണ്ട പൈസ ഒന്നുമില്ല, പറമ്പൊക്കെ വിറ്റാണ് അത് ചെയ്തത്. യോങ്കിച്ചോട് പെട്ടെന്ന് അവിടുത്തെ ഒരു സഹശുശ്രൂഷനായിരുന്നു, യോങ്കിച്ചെ വിളിച്ചു വരാൻ പറഞ്ഞു. യോങ്കിച്ച പറഞ്ഞു, എനിക്ക് ഒന്നും ചെയ്യാൻ നോക്കത്തില്ല, നീ വരാൻ പറഞ്ഞു. ആ ശുശ്രൂഷനെ അവിടെ ചർച്ചിൽ വിളിച്ചു വരുത്തിയിട്ട് 101 പ്രാർത്ഥനാ മുറികളുണ്ട്, എല്ലാ പ്രാർത്ഥിക്കുന്നതിന്റെ എല്ലാം വിളിച്ചു വരുത്തി കാര്യം പറഞ്ഞ് മനസ്സിലാക്കി, നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം. അവര് ഒരു കാര്യം യോങ്കിച്ച പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ പ്രാർത്ഥിക്കരുത്, അന്യഭാഷ സംസാരിക്കണമെന്ന് പറഞ്ഞു. അന്യഭാഷ പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് അതിൻ്റെ വലിയൊരു അർത്ഥമുള്ളതായിട്ട് എനിക്ക് മനസ്സിലാകും. നിങ്ങൾ സ്വന്തം ഭാഷ സംസാരിച്ചാൽ പിശാച് കയറി പിടിച്ചെടുക്കും. നമ്മൾ അതുകൊണ്ടാണ് ഈ വിടുവ പറയുന്നത് പറഞ്ഞു. ചിലപ്പോൾ കൊണ്ടല്ലോ വലിയ വിടുവ പറയും, അതൊക്കെ ഒരു സാത്താൻ കയറി പിടിക്കും. കാരണം നമ്മുടെ ഉള്ളിലുള്ള കാര്യം സാത്താൻ പിടിച്ചെടുക്കാൻ തക്കണ കഴിവില്ല. അതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നുണ്ടല്ലോ ഓർത്തോടൊക്കെ ചുമ്മാ തന്നെ വിടുവ പറയും. നമ്മളാരും നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ അങ്ങനെ ആരും ഉണ്ടായിരിക്കാൻ പാടില്ല. യോങ്കിച്ച പറഞ്ഞു, നിങ്ങൾ എല്ലാവരും സംസാരിക്കുമ്പോൾ സ്വന്തം ഭാഷ സംസാരിക്കാതെ അന്യഭാഷ സംസാരിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എല്ലാവരും പ്രാർത്ഥിച്ചു. വെളുപ്പാങ്കാലത്ത് 4 ആയപ്പോൾ കൊള്ളക്കാരൻ വിളിച്ചു, പാസ്റ്റർ, നിങ്ങളുടെ ഒരു ദൈവദാസന്റെ പണം ഞാൻ മോഷ്ടിച്ചു, എനിക്കത് തൊടാൻ തക്ക നോക്കുന്നില്ല, എന്റെ കൈ വിറയ്ക്കുന്നവർ എനിക്ക് തിരിച്ചു വരണമെന്ന് പറഞ്ഞു. നീ ഇനി വരാൻ പറഞ്ഞു, ഇങ്ങനെ പോലീസിലൊന്നും എത്തിക്കത്തില്ലെന്ന് പറഞ്ഞു. ഒരു 5:30 മണിയായപ്പോൾ തണുപ്പുള്ള രാത്രി ഈ കൊള്ളക്കാരൻ യോങ്കിച്ചോട് അടുത്ത് ചെന്നു ഈ പണം എടുത്തു, ക്ഷമ ചോദിച്ചു. ഇന്ന് അദ്ദേഹം അവിടുത്തെ ഒരു പാസ്റ്ററാണ്, രക്ഷിക്കപ്പെട്ടു. കാരണം അന്യഭാഷയിൽ പ്രാർത്ഥിച്ചങ്ങൾ ഒഴിഞ്ഞപ്പോഴല്ലോ തീയാണ്. ആ ബായിയെ പിടിക്കാൻ പെട്ടി തുറക്കാൻ ഒക്കുന്നില്ല, തീയ. ആ സഭയിൽ പാസ്റ്ററായി തീരുവാൻ ഇവിടെയാക്കി. നമ്മുടെ ദൈവത്തിന് സന്നിധിയിൽ ആത്മാവിൽ ആരാധിക്കണം. നിങ്ങൾ എല്ലാവരെക്കാൾ അധികം ഞാൻ അന്യഭാഷ സംസാരിക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലം ആരെങ്കിലും അഭിഷേകം പ്രാപിക്കാതെ ഇവിടെ ഉണ്ടോ? പരിശുദ്ധാത്മ സ്നാനത്തിന്റെ പ്രത്യക്ഷ അടയാളം അന്യഭാഷയാണ്. അതൊക്കെ തെളിയിക്കാനല്ല ഞാൻ പോകുന്നത്. അത് നമ്മൾ പ്രാപിക്കണം. ആത്മനിറവോടെ വെളിപ്പാട് പുസ്തകം പഠിക്കണം, അഭിഷേകം പ്രാപിക്കണം. ഈ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ നിന്ന് നിങ്ങൾക്ക് ആത്മനിറവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മ സ്നാനം പ്രാപിപ്പാൻ കൊണ്ട് കഴിയും. നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഈ പ്രവചനം വായിച്ച് കേൾപ്പിക്കുന്നവർ, അപ്പൊ ഇത് കേൾപ്പിക്കുന്നവരാണെന്നറിയാമോ? ഭാഗ്യവാന്മാർ. പുതിയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥമാണ് വെളിപ്പാട് പുസ്തകം. പഴയ നിയമത്തിൽ 17 പ്രവാചക പുസ്തകങ്ങളുണ്ട്, യെശയ്യാ മുതൽ മലാക്കി വരെ. ബൈബിൾ മൊത്തം പ്രവചനമാണ്. കാരണം യേശു പറഞ്ഞില്ല, എന്നെക്കുറിച്ച് മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിലും പിന്നെ പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനം എഴുതിയിരിക്കുന്നു. ഇവിടെ എല്ലാം പ്രവചനങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു പുസ്തകം. ഇതുപോലൊരു പുസ്തകം ലോകത്തില്ല ദൈവമക്കളെ.
ഇത് വായിച്ചിട്ടുള്ളവരെല്ലാം അനുഗ്രഹം പ്രാപിച്ചിട്ടുള്ളൂ. ഇത് ചുമന്നവരൊക്കെ ഉണ്ടല്ലോ, അവർ അനുഗ്രഹം പ്രാപിച്ചുള്ളൂ. ആശാനുപദേശം അമേരിക്ക വന്നപ്പം ഈ ബൈബിൾ എടുത്ത് തലയെ വെച്ചോട്ട് ഇറങ്ങി വന്നത് എയർപോർട്ടിൽ നിന്ന് പറയാണ്. പുള്ളി അന്നേരം പറഞ്ഞു, ഞാൻ പ്ലെയിനെ വന്നപ്പോൾ താഴോട്ട് നോക്കിയപ്പം എൻ്റെ കൂടെയുള്ള ആശാരിമാരൊക്കെ കൊട്ടുപടി കൊണ്ട് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുക. എന്നെ ദൈവം ഈ ബൈബിൾ ഒന്നുകൊണ്ട് ഇവിടെ ഒന്ന് പ്രവചനം പറഞ്ഞതാ. പുള്ളി പ്ലെയിനും താഴോട്ട് നോക്കുന്നത്. അപ്പം പുള്ളി ഒരു 5-6 പേരുടെ പേര് പറഞ്ഞു. അവരൊക്കെ ഇതുകൊണ്ട് തടി ഇങ്ങനെ മിനിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ എൻ്റെ ദൈവത്തെ കണ്ടുപിടിച്ച് ഈ ബൈബിൾ ചുമന്നതിനാൽ എൻ്റെ ദൈവം എന്നെ ഇതാ അമേരിക്കയോട് പറഞ്ഞ് എയർപോർട്ടിൽ വന്ന് കസ്റ്റംസുകാരെല്ലാം നോക്കിയപ്പോൾ തലേ ബൈബിൾ ഇരിക്കുന്നു. ബൈബിൾ എന്ന് പറയുന്നത് പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു നോ ഇംഗ്ലീഷ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നിട്ട് താഴെ സംസാരിക്കാൻ കടന്നു വരാം. ഈ പ്രവചനം പുതിയ നിയമത്തിന്റെ ഏക പ്രവചന ഗ്രന്ഥം എന്ന് പറഞ്ഞ വെളിപ്പാട് പുസ്തകം. ഈ പ്രവചനം വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. ഇന്നത്തെ പ്രധാന വിഷയം 7 ഭാഗ്യവാന്മാരെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ബൈബിളല്ല, വെളിപ്പാട് പുസ്തകം. 7 ഭാഗ്യവാന്മാർ നോട്ട് ചെയ്തോ. അതിൽ ഒന്നാമത് പറഞ്ഞിരിക്കുന്ന ഭാഗ്യവാൻ എന്നുള്ള വിഷയം ഈ 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. ഈ പ്രവചനം വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും അതിലെഴുതിയിരിക്കുന്ന പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. 7 പ്രാവശ്യം ഭാഗ്യവാന്മാർ, അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നുള്ള പദം ബൈബിൾ വെച്ചുണ്ട്. രണ്ടാമത് വെളിപ്പാട് പുസ്തകം 14:13 വായിക്കാം. വെളിപ്പാട് 14:13. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു, അത് പറഞ്ഞെഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ. ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ. രണ്ടാമത്തെ ഭാഗ്യവാൻ എന്നുള്ളതാണ്. എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ വിശ്രമിക്കേണ്ടതാകുന്നു. നമ്മളൊക്കെ മരണസമയത്ത് വായിക്കുന്ന ഒരു ഭാഗമാണ് കർത്താവിൽ മരിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. മഹോദരകാലം ആരംഭിക്കുന്ന വെളിപ്പാട് 6-ാം അധ്യായത്തിലാണ്. 6-ാം അധ്യായത്തിൽ 4-ാം അധ്യായത്തിലാണ് സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത്. നമ്മൾ എടുക്കപ്പെടുന്നത് 4-ാം അധ്യായത്തിലാണ്. 4ഉം 5ഉം അധ്യായങ്ങളിൽ സ്വർഗത്തിൽ ഇരിക്കുന്ന അനുഭവങ്ങളാണ്. 2 കൂട്ടം കാര്യം സ്വർഗത്തിൽ നടക്കും. ഒന്ന്, നമ്മുടെ ന്യായവിധി, വിശുദ്ധന്മാരുടെ ന്യായവിധി. അത് പ്രതിഫലം കൊടുക്കാൻ പുസ്തകങ്ങൾ തുറന്ന്, ഓർമ്മയുടെ പുസ്തകം, 3 പുസ്തകം സ്വർഗത്തിലുണ്ട്. ജീവന്റെ പുസ്തകം, ഓർമ്മയുടെ പുസ്തകം, വേദപുസ്തകം. പുസ്തകങ്ങൾ തുറന്ന് അത് നമ്മളെ വായിച്ചു കേൾപ്പിച്ചിട്ട് അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടത് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും എന്ന് പറയുന്നത് സ്വർഗത്തിലെയാണ്. നമ്മളെ ന്യായം വിധിച്ച് നരകത്തിലേക്ക് അയക്കാനല്ല, നമ്മൾ ഈ ലോകത്തിലായിരുന്നപ്പോൾ നമ്മൾ ചെയ്തതിന് തക്കതായ പ്രതിഫലം തരുന്ന ഒരു ദിവസമുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് അന്ന് നമുക്ക് പുകഴ്ച ലഭിക്കും, പ്രതിഫലം ലഭിക്കും. ഇപ്പൊ ഈ ബൈബിളൊക്കെ വായിക്കുന്നത് നമ്മുടെ ഏഞ്ചൽ മോളുടെ തലയിലോട്ട് 2 കിരീടം ഒക്കെ അങ്ങോട്ട് വെക്കുമ്പോൾ തന്തോട് ചോദിക്കുക. നമ്മുടെ റോസ് മിസ്റ്ററുടെ തലയിലോട്ട് ഒരു 3 കിരീടം, എല്ലാം കൂടെ 5 കിരീടം ഉള്ളത് കേട്ടോ. ചിലർക്ക് 5 കിരീടം കിട്ടും. ഇത് നടത്തുന്ന എസ്യാപ്പാർക്കൊക്കെ ഞങ്ങൾ ആലോചിച്ച് ചോദിക്കുക. സ്വർഗ്ഗം ചെല്ലുമ്പോൾ ചിലർ പറയും എനിക്ക് എങ്ങനെയില്ല അവിടെ നിന്ന് എത്തിയാൽ മതി എന്ന് പറയുന്ന ആൾക്കാർ. ഞാൻ നാഗപ്പൂരിലായിരുന്നപ്പോൾ ഒരു അമ്മാമ എങ്ങനെ പറഞ്ഞായിരുന്നു, ഒരു സാക്ഷി. അമ്മാമ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് ഒരു പ്രതിഫലവും വേണ്ട, എനിക്ക് അവിടെ ഒരു വാച്ച്മാനായിട്ട് ഇരുന്നാൽ മതിയായിരുന്നു. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ വാച്ച്മാനായിട്ട് അവിടെ ചെല്ലുമ്പോൾ അറിയാം വാച്ച്മാൻ ആയിരിക്കുന്നതിന്റെ നാണക്കേട്. അവിടെ വാച്ച്മാൻ എന്ന് പറഞ്ഞ ഒരു പരിപാടിയൊന്നും ഇല്ല. അമ്മാമ്മയുടെ സന്തോഷം. നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോഴേ നിങ്ങൾ നാട്ടിൽ നോക്കി. ഇപ്പം ഞാൻ ഇത്രയും ക്ലാസ്സൊക്കെ എടുത്തില്ലേ, ഇപ്പം നമ്മുടെ ഏഞ്ചലിന്റെ തലയിലോട്ട് 4-5 കിരീടം, റോസമ്മയുടെ തലയിലോട്ട് 3-4 കിരീടം, മനോജ് ബാസ് തലയിലോട്ട് 5 കിരീടം, ഇതൊക്കെ വെച്ചിട്ട് അപ്പൊ നിങ്ങൾ ഈ ക്ലാസ്സൊക്കെ എടുത്താൽ നിങ്ങൾ അപ്പൊ നമ്മുടെ ആൻഡ്രസ് പാസ്റ്റർ വന്നിട്ടുണ്ടോ അന്വേഷിച്ച് നടക്കും. അപ്പൊ പുള്ളിക്ക് എന്തുമാത്രം ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി വരുമ്പോൾ എനിക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്റെ ഉള്ള നാണക്കേട് നിങ്ങൾ ആലോചിച്ച് നോക്കി. അതാണ് സ്വർഗത്തിൽ ചെല്ലുമ്പോഴാണ് പലരും ലജ്ജിക്കും. അങ്ങനെയും അവിടെ പോയാമെന്ന് പറയുന്നവരെ ഞാൻ ഇത്രയെല്ലാം പ്രയത്നിച്ചിട്ട് എൻ്റെ തലയിൽ ഒന്നുമില്ല. അപ്പൊ നമ്മുടെ ഏഞ്ചൽ മോളൊക്കെ സന്തോഷിച്ച് ഇങ്ങനെ നടക്കുന്ന സന്ദർഭം അപ്പൊ ഞാൻ അവിടെ താഴെ ദുഃഖിച്ചിരിക്കുന്ന സമയം. അതാണ് പൊടിയിലെ നിദ്ര കൊള്ളുന്നൊരു പലരും നിത്യ ലജ്ജയ്ക്കും നിത്യ അപമാനത്തിന് ഈ നാണക്കാരുണ്ടല്ലോ നിത്യമായി നിൽക്കുന്ന. അതുകൊണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും എന്തെങ്കിലും പ്രാപിക്കാൻ തക്കവണ്ണമുള്ള ആഗ്രഹത്തോടെ പേരൊക്കെ വിളിച്ചു പറയുമ്പോഴല്ലോ നമുക്ക് എന്തെങ്കിലും ലഭിക്കാൻ തക്കൊണ്ട് നമുക്ക് ഇപ്പോൾ പ്രവർത്തിക്കാനുള്ള സമയമാണ്. പ്രവർത്തിക്കാനുള്ള സമയമാണ്. ഞാൻ ഒരു മാസിയിലെ ഒരു
ലേഖനം വായിച്ച് അതിൻ്റെ അകത്ത് ഒരു കഥയാണ്. കാരണം ഞാൻ ഈ ഉദാഹരണമൊക്കെ പറയുമ്പം ഈ സ്വർഗത്തിൽ എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, പ്രതിഫലം കൊടുക്കുക. അപ്പം പത്രോസ് അവിടെ ഉണ്ട്, പിന്നെ ഗബ്രിയേൽ ദൂതനാണ് സെക്രട്ടറി. അപ്പം ഓരോരുത്തർ വന്നപ്പം ഈ പുസ്തകമൊക്കെ തുറന്നപ്പം ഓർമ്മയുടെ പുസ്തകം എടുത്തു. അതിൻ്റെ പേരെന്നാ അന്നമ്മ. നീ എന്ത് ചെയ്തിട്ടുണ്ട്? അപ്പം ഇന്നതൊക്കെ ചെയ്തു. ഓർമ്മയുടെ പുസ്തകം നോക്കിയപ്പോൾ അത് എല്ലാം ഉണ്ടോ അവിടെ. പ്രതിഫലം കൊടുത്തു. വേറെ ഒരു മറിയാന്ന് പറഞ്ഞു. ഇവിടെ മറിയാന്മാർ വേണമെങ്കിൽ കേട്ടോ, ഞാൻ ഉദാഹരണം പറഞ്ഞത്. നീ എന്തൊക്കെ ചെയ്തു? ഓർത്തോർത്ത് പറഞ്ഞു, ഞാൻ 2 പൈസ ധർമ്മക്കാരന് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നോക്കിയുണ്ട്, മറിയാമ്മ 2 പൈസ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ചെയ്തോ? പിന്നെ ഒരു 2 പൈസ കൊണ്ട് ഞാൻ വേറെ ആൾക്ക് കൊടുത്തു, അത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഗബ്രിയേൽ ദൂതൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇവൻ ആകെ ജീവിതത്തിൽ കൊടുത്തിരിക്കുന്ന 4 പൈസയാണ്, ഭയങ്കര പണക്കാരനാണ്, 4 പൈസ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഉടനെ കർത്താവ് പറഞ്ഞു, അവൻ്റെ 4 പൈസ തിരിച്ചു കൊടുത്താല് അവനെ നരകത്തിലേക്ക് വിട്ടേക്കാൻ പറഞ്ഞു. ഇതൊരു കഥയാണ് കേട്ടോ. അപ്പൊ നോക്കണമേ, ഈ ലോകത്തിൽ ചെയ്യാൻ തക്കവണ്ണം പ്രാപ്തി ഉണ്ടായിട്ട് ചെയ്യാതിരിക്കുന്ന, കണ്ണടച്ച് വിടുന്ന അനുഭവം നമുക്ക് ഉണ്ടായിരിക്കരുത്. നമ്മുടെ വീടിന്റെ വാതിൽക്കൽ വന്ന് ആരാ നിൽക്കുന്ന അറിയാൻ പറ്റുമോ? ആരാവൻ നിൽക്കുന്ന അറിയാൻ പറ്റുമോ? എലിസബത്ത് രാജ്ഞി ഈ വേഷം മാറി പോകുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു, ഈ ജനത്തിന്റെ കാര്യങ്ങൾ അറിയാനായിട്ട്. അങ്ങനെ ഒരു ദിവസം ധർമ്മക്കാർത്തിയുടെ വേഷം എടുത്ത് ഒരു വലിയ പണക്കാരൻ്റെ വീട്ടിൽ ചെന്നു. പണക്കാരൻ്റെ വീട്ടിൽ ചെന്നിട്ട് അന്ന് മഴയായിരുന്നു, എനിക്ക് വാതിൽക്കം വിട്ടു, എനിക്കൊരു കുട തരണമെന്ന് പറഞ്ഞു. ഉടനെ ആ വീട്ടുകാരന് ആ സമയത്ത് ഒന്ന് കൊട്ടൊന്നും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഒരു കമ്പി എല്ലാം കൂടെ ഒടിഞ്ഞ് ഒരു കുട കൊണ്ടുപോകും ഒന്നും പറഞ്ഞ് ധിക്കാരമായിട്ട് പറഞ്ഞു വിട്ടു. പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോഴല്ലോ പട്ടാളക്കാരും പോലീസുകാരും കുതിരകളും എല്ലാം കൂടെ വന്ന് ഈ പണക്കാരൻ്റെ വീട്ടിൽ നിൽക്കുന്നു. അപ്പൊ അദ്ദേഹം പേടിച്ചു പോയി. എന്താന്ന് ചോദിച്ചു. ഇന്നലെ എലിസബത്ത് രാജ്ഞി വന്നപ്പോഴേ ഒരു കുട കൊടുത്തില്ല, അത് തിരിച്ചു തരാൻ വന്നാന്ന് പറഞ്ഞു. ഈ മനുഷ്യനുണ്ടല്ലോ ചങ്ക് പൊട്ടിക്കണ്ട്, ദൈവമേ, എലിസബത്ത് രാജ്ഞിയാന്ന് അറിഞ്ഞില്ലെങ്കിൽ നല്ല കുട ഞാൻ എടുത്തു കൊടുത്തന്നെ. നമ്മുടെ വീടിന്റെ വാതിൽക്ക് വന്നിരിക്കുന്ന ആരാന്ന് അറിയത്തില്ല കേട്ടോ. നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരാം. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ വിശ്രമിക്കേണ്ടതാകുന്നു. നീയോ ദാനിയേലേ പോയി വിശ്രമിച്ചുകൊള്ളുക, കാലാവസാനത്തിൽ നിങ്ങൾ ഓയിൽ വായിപ്പാൻ നീ എഴുന്നേറ്റ് വരും. നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോണ്ടല്ലോ അവിടെ വലിയ ഒരു സംഭവമാണ്. സ്വർഗത്തിൽ ചെല്ലുമ്പോഴേ, അവിടെ ചെന്ന് കഴിയുമ്പോഴേ ആ 4-ാം അധ്യായത്തോട് കയറുമ്പോൾ വലിയ ഇടിവെട്ട് ഉണ്ടല്ലോ, ഇടി നാദം മുഴങ്ങുന്ന വായിക്കുന്നത്. വെടിക്കെട്ടൊക്കെ നടക്കുക, ഇടി മുഴങ്ങുന്നു, മിന്നൽ നടക്കുന്നു. 4-ാം അധ്യായം 24 സിംഹാസനം, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് വരിക. ആദ്യം ആബേലാണല്ലോ മരിച്ചത് ലോകത്തിൽ. പുതിയ നിയമത്തിൽ സ്തേഫാനോസാണല്ലോ രക്തസാക്ഷ്യം മരിച്ചത്. പഴയ നിയമത്തിൽ ആബേൽ ലോകത്തിൽ ആദ്യം രക്തസാക്ഷിയായിട്ട് മരിച്ചത് ആബേല. ഇവരെല്ലാം അവിടെ വന്നിട്ടുണ്ട്, അബ്രഹാം വന്നിട്ടുണ്ട്. ഇവരെല്ലാം പ്രതിഫലം വാങ്ങിക്കാൻ തക്കണം. അവിടെ ആ പ്രതിഫലം കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ ഇടിയും നാദവും മുടങ്ങിയെന്ന, ഇടിയും നാദവും. ഈ മാവേലിക്കരെ കുറെ നാൾ മുമ്പേ മെത്രാപ്പോലിത്ത വരുന്ന ഒരു സന്ദർഭത്തിലെ അവിടെ ഒരു സ്വീകരണം കൊടുക്കാൻ എന്തെങ്കിലും തീരുമാനിച്ചു. അപ്പം വർഷങ്ങൾക്കുമ്പോ എൻ്റെ ചെറിയ പ്രായത്തിലാണ്, 2 വശത്തും ഇങ്ങനെ മാലപ്പടക്ക് ഇങ്ങനെ കെട്ടിത്തൂട്ടിരിക്കുക. മെത്രാപ്പോലിത്ത വരുന്ന പറഞ്ഞാൽ പടക്കത്തി കൊടുക്കുക, കത്തുക. അപ്പം ഒറ്റ വാഹനം പോലും അതുകൂടി പോകാൻ സമ്മതിക്കത്തില്ല. അപ്പൊ എല്ലാവരും വളരെ കാത്തിരിക്കുകയാണ് മെത്രാപ്പോലിത്തയെ കാണാൻ. കർത്താവിന്റെ വരവിന് പോലും അത്രയും പ്രതീക്ഷ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരെല്ലാം ഇങ്ങനെ കാത്തിരുന്ന സമയത്ത് ഒരു വാഹനം, നല്ലൊരു വാഹനം വരുന്നു. ആ വാഹനം വന്നപ്പോൾ ആൾക്കാർ വിചാരിച്ചു മെത്രാപ്പോലിത്താണ്. പടക്കത്തിന് തീയെ കൊടുത്തി. ഇത് 1 മൈൽ നീളം പടക്കം കിടക്കുക. ഇതങ്ങോട്ട് പൊട്ടി 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 പുള്ളി പേടിച്ചു പോയി. വന്നയാളെ അബദ്ധത്തിൽ ചെന്ന് കയറുക. പുള്ളി പ്രാണരക്ഷാർത്ഥം ഏതായാലും മാറി കിടന്നു, അല്ലെങ്കിൽ അവർ തല്ലിക്കൊന്നാണ്. കുറെ കഴിഞ്ഞപ്പോൾ ഇതാ മെത്രാപ്പോലിത്ത വരുന്നു. മെത്രാപ്പോലിത്ത വന്നപ്പോഴല്ലോ പടക്കവും ഇല്ല, ഒന്നുമില്ല, കരിഞ്ഞ തിരിയുടെ ഇടയിൽ കൂടെ കയറി. നിങ്ങൾ ആലോചിച്ച് നോക്കി, സ്വർഗത്തിൽ അതാണോ? നമ്മൾ ചെല്ലുമ്പോൾ അവിടെ കരിഞ്ഞതൊന്നുമല്ല, അവിടെ ഇടിയും നാദവും മുടങ്ങി പ്രതിഫലം തരുന്ന ആ സന്ദർഭം ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നിങ്ങൾ 4-ാം അധ്യായം വായിച്ചോക്കെ, ഈ ഇടിയും നാദവും മിന്നലും എല്ലാം ഉണ്ടായി പ്രതിഫലം വിഭജിക്കുന്ന ആ സന്ദർഭം അത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ വിശ്രമിക്കേണ്ടതാകുന്നു. പ്രയത്നങ്ങൾ, അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, പ്രവൃത്തി. നിങ്ങൾ നാട് ചോദിക്കണം. അല്ലാതെ നമ്മൾ ഉണ്ടാക്കിയിട്ട് വീടൊന്നും എടുത്തോണ്ട് പോകുന്നില്ല. 10 പൈസ പോലും കൊടുക്കാതെ ബാങ്കിലൊക്കെ നിക്ഷേപിച്ചിട്ട് ഒന്നും കൊടുക്കാതെ
ഒരു സ്വോത്രാഴ്ച പോലും ഇടാതെ, സ്വോത്രാഴ്ച ഇടുകയാണെങ്കിൽ പേഴ്സൊക്കെ തുറന്നിട്ട് ഏറ്റവും അറിഞ്ഞ നോട്ടൊക്കെ എടുത്ത് ഇടുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്. ഞാനൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ സൂക്ഷിക്കുന്ന സമയത്ത് സ്വോത്രാഴ്ച ദശാംശം കൊടുക്കാത്ത പ്രിയപ്പെട്ടവര് ഇല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കർത്താവിന്റെ മോഷ്ടിച്ചൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു കൊടുക്കണം കേട്ടോ. ഇവിടെ വായിക്കുന്നത് നമ്മുടെ പ്രയത്നങ്ങളാണ് നമ്മളെ പിന്തുടരുന്നത്, അവരുടെ പ്രവൃത്തിയാണ് പിന്തുടരുന്നത്. അല്ലാതെ നമ്മള് ഈ ബാങ്കിലൊക്കെ സമ്പാദിച്ചിട്ട് അതൊന്നും വരത്തില്ല, തീർന്നു. എന്നാൽ നമ്മുടെ പ്രവൃത്തി നമ്മളെ പിന്തുടരും. അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പം അറിയാമോ, ആ വിളിയൊന്ന് കേൾക്കുമ്പോഴേ ഈ വലിയ വലിയ കോർട്ടസിനൊക്കെ സിൽവിയാൻഡ്രൂസിന് അവർ വിളിക്കുകയും അത് കേൾക്കുമ്പം നമുക്കൊരു സുഖമുണ്ട്. നമ്മൾ പറയും ഈ ലോകത്തിൽ പേര് വേണ്ടെന്നൊക്കെ പറഞ്ഞാലും ആ പേരെല്ലാവരും സാധിച്ചു വെച്ച് വിളിക്കുമ്പോഴേ ഒരു സന്തോഷമില്ലേ? സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ പേരെന്ന് എല്ലാവരുടെയും മുന്നേ വെച്ചൊന്ന് വിളിക്കുമ്പോൾ ഉണ്ടല്ലോ എത്ര സന്തോഷമാണ്. റോസമ്മ വന്നാട്ട് എന്ന് പറയുമ്പോഴേ എന്തൊരു സന്തോഷം എന്നറിയാമോ? മരംപുല്ല് വായിക്കോൾ ചെയ്ത വേലയൊക്കെ അവിടെ ബന്ധു തീയാണ് തോന്നിയത്. പിന്നീട് തീയുണ്ട്. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടർന്നുള്ള ഉള്ള വിഷയത്തുള്ള ബന്ധത്തിലാണ് അവരുടെ പ്രവൃത്തി. മരംപുല്ല് വായിക്കോൾ പണിത വേലകളൊക്കെ ഉണ്ട്. ഭയങ്കര ആ വേലയും കൊണ്ടൊക്കെയാണ് വരുന്നത്. അനാഥശാലയൊന്നും ഇല്ല. അനാഥശാല ഉള്ളത് പേപ്പറിൻ്റെ അകത്തൊക്കെ ഉണ്ട്. അങ്ങനെ ഇവിടെ ഒരു ഭാഷ വന്ന് പണം പിരിച്ചുകൊണ്ട് പോയി അനാഥശാല. അപ്പം ഒരാൾ അതിനു വേണ്ടി സഹായിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം നല്ലൊരു എമൗണ്ട് മാസത്തോട് സഹായിച്ചു. അപ്പൊ ഈ അനാഥ കുട്ടികളെ കാണാത്തക്കൊണ്ട് അദ്ദേഹം അവിടെ നാട്ടിൽ ചെന്നു. വലിയ ആഗ്രഹത്തോടെ കടന്നു ചെന്നത്. അങ്ങനെ ഒരു സംഭവമേ അവിടെ ഇല്ല. പുള്ളിക്ക് 3-4 പിള്ളേരുണ്ട്. അത് അതിലൂടെ നടക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ ഉണ്ടല്ലോ പേപ്പറിന്റെ അകത്ത് കാണിച്ച് ഇതൊക്കെ തുറു പോലെ അതങ്ങോട്ട് തീക്കകത്ത് വരുമ്പോൾ നിറച്ച കേൾക്കും. എന്നാൽ പൊന്നെ വെള്ളി വിളിയേറിയ കല്ലുകൊണ്ട് പണിത പണിയല്ല നോക്കും. ആ പൊന്നും അത് കാഴ്ച ചെറുതാ. പൊന്നെ വെള്ളി വിളിയേറിയ കല്ല് ഇതൊക്കെ നമുക്ക് നട്ടുണ്ടാക്കാൻ ഒക്കത്തില്ല. മരം പുല്ല് വൈക്കോൾ നമുക്ക് നട്ടുണ്ടാക്കാം. ജഡത്തിന്റെ പ്രവൃത്തികളാണ്. എന്നാ പൊന്നെ വെള്ളി അതേ വിളിയേറിയ കല്ല് അത് ദൈവിക സ്വഭാവത്തെ കാണിക്കുന്നു. ഇതങ്ങോട്ട് കയറ്റി വിടുമ്പോൾ അതിന്റെ മാറ്റ് കൂടി വരും, പ്രതിഫലം കിട്ടും. നോക്കണമേ, അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. അതുകൊണ്ട് ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ഇനി 16-ാമത്തെ വെളിപ്പാട് 16-15 വായിച്ചോ. വെളിപ്പാട് 16-15. നഗ്നനായി നടക്കാതിരിപ്പാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. മോളെ അതൊന്നുകൂടെ വായിച്ചേ, ഇടയ്ക്കൊന്ന് പകുതിപ്പോയി. തന്റെ ലജ്ജ കാണുമാറ് നടക്കാതിരിപ്പാൻ നഗ്നനായി നടക്കാതിരിപ്പാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. മകളമേ, തന്റെ ഉടുപ്പ് സൂക്ഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവർ ഭാഗ്യവാന്മാരാ കേട്ടോ. നമുക്കൊരു ഉടുപ്പ് കിട്ടിയിട്ടുണ്ടല്ലേ, ഒരു വെണ്മവസ്ത്രം കിട്ടിയിട്ടുണ്ട്. അത് വിശുദ്ധീൻ വസ്ത്രമാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോഴേ നമ്മളെന്തോ ധരിച്ചിരിക്കുന്നത്? ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായി നാം അവനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിനെയാണ് ധരിച്ചിരിക്കുന്നത്, വിശുദ്ധിയാണ് ധരിച്ചിരിക്കുന്നത്. ഉയരത്തിൽ നിന്നുള്ള ശക്തി ധരിക്കോളും എന്നാണ് മർക്കോസിന്റെ സുവിശേഷം 16-ാം തീയതി വായിക്കുന്നത്. ശക്തി ധരിക്കോളും, അതാണ് ധരിച്ചിരിക്കുന്നത്. ആ ഉടുപ്പ് സൂക്ഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മുടെ ഉടുപ്പെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇന്നിട്ട ഉടുപ്പ് ഇത്രയും നേരം ക്ലാസ് എടുത്തിട്ട് ഇതങ്ങ് വേർക്കും. എന്നാൽ അത് അവിടെ കിടന്നോട്ടെന്ന് പറഞ്ഞ് ഇറക്കരുത്. അതുകൊണ്ട് വാഷിംഗ് മെഷീനിൽ വീണ്ടും കഴുകും. നമ്മുടെ ഉടുപ്പ് നമ്മൾ സൂക്ഷിക്കുന്നത് മക്കളെ. നമ്മുടെ ഉടുപ്പിൽ അശുദ്ധി പറ്റരുത്. ഞാൻ ആത്മാവിൽ നിറഞ്ഞ് ഉറപ്പിക്കുകയാണ്, നമ്മുടെ ജീവിതം നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ ജീവിതം തകർന്നു പോകാൻ തക്കളുടെ വരരുത്. യോസേഫ് ചോദിച്ചു, ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് എന്റെ ദൈവത്തോട് ഞാനിങ്ങനെ പാപം ചെയ്യും. തന്റെ നഗ്നനായിരിപ്പാന്റെ കൊണ്ണം തന്റെ ഉടുപ്പ്, നമുക്കൊരു ഉടുപ്പ് ദൈവം തന്നിട്ടുണ്ട്. അത് വിശുദ്ധീൻ വസ്ത്രമാണ്. അത് പൊടി പറ്റാതെ സൂക്ഷിക്കണം. നഗ്നത വെളിപ്പെടാൻ തക്കൊണ്ട് ഇടവരരുത്. അപമാനിതരാകുവാൻ തക്കൊണ്ട് ഇടവരരുത്. ലോകം നിങ്ങളെ ഒരു ജന്മയും കളവായി പറവാൻ വകയില്ലാതെ വണ്ണം ലക്ഷിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ മാതൃകയാക്കി കാണിക്കണം. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പറയാണ്, തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാന്മാർ. എത്രയോ പ്രാവശ്യം ഈ ഉടുപ്പിൽ പൊടി പറ്റേണ്ടതാ. അഥവാ ഇനി ഒരു പൊടി പറ്റിയാലോ, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിക്കുന്നവർ ഭാഗ്യവാന്മാർ.
എപ്പോഴും നമ്മൾ വെളുപ്പിക്കണത്. ഇയ്യോബിന്റെ കുഞ്ഞുങ്ങളെ വിളിച്ച് ഇയ്യോബ് എന്നും യാഗം കഴിക്കുമായിരുന്നു. അതൊരു മാതൃകയല്ലേ? എന്നും വിളിച്ച് കുഞ്ഞുങ്ങളെ, നിങ്ങൾ പിക്നിക്കിനെല്ലാം പോയപ്പോ എന്തെങ്കിലും അബദ്ധം സംസാരിച്ചിട്ടുണ്ടോ? അതുവരെ വാ എന്ന് പറഞ്ഞ് തന്റെ വീട്ടിലൊരു യാഗമുണ്ടായിരുന്നു. നമ്മുടെ യാഗം കഴിച്ച് ദൈവത്തോട് നിയമം ചെയ്യണം, ശുദ്ധീകരണം പ്രാപിക്കണം. നമ്മളെ ശുദ്ധീകരിക്കുന്ന ഏതാണെന്ന് അറിയാമോ? ഈ ലോകത്തിലെ സോപ്പല്ല. നമ്മളെ ശുദ്ധീകരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അലക്കി വെളിപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം. 4-ാമത്തെ വിഷയം 19-ാം അധ്യായം 9-ാമത്തെ വാക്യം. പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. ഇത് 4 വിഷയമായി. വെളിപ്പാട് പുസ്തകത്തിൽ 7 ഭാഗ്യവാന്മാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 1-ാം അധ്യായം 3-ാമത്തെ വാക്യം, ഇത് വായിച്ച് കേൾക്കുന്നതിനും പ്രമാണിക്കുന്നവർ ഭാഗ്യന്മാർ. 2-ാമതായിട്ട് കർത്താവിൽ മരിക്കുന്നവർ ഭാഗ്യവാന്മാർ. 3-ാമതായിട്ട് തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവർ ഭാഗ്യവാൻ. 4-ാമത് കുഞ്ഞാടിന്റെ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. കുഞ്ഞാടിന്റെ കല്യാണം സ്വർഗത്തിൽ 2 സംഭവങ്ങളാണ് പ്രധാനമായിട്ട് നടക്കുന്നത്. 2 സംഭവം. അതിലൊന്ന് വിശുദ്ധന്മാരുടെ ന്യായവിധിയാണ്. 2-ാമതായിട്ട് കുഞ്ഞാടിന്റെ കല്യാണം. അതുവരെ പ്രതിഫലമെല്ലാം കൊടുത്ത കഴിഞ്ഞ കർത്താവ്, അതേ വെളിപ്പാട് 19-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നത്, കുഞ്ഞാട് തന്റെ കാന്തയെ വിവാഹം കഴിക്കും. വെളിപ്പാട് പുസ്തകം രൂപക അലങ്കാരത്തിൽ സംസാരിച്ചിരിക്കുന്ന വിഷയമാണ്. എങ്ങനെയുള്ള മണവാട്ടിയാ? കറ, ചുളുക്കം, മാലിന്യം ഒന്നുമില്ലാത്ത ഒരു കാന്തയെ ചേർക്കാനാണ് കർത്താവ് വരുന്നത്. ഞങ്ങളുടെ നാട്ടില് ഈ പരസ്യം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത്, അന്ന് യാക്കോബായിലെ പാറക്കലച്ചൻ മദ്യവർജന പ്രസ്ഥാനത്തിന്റെ അന്ന് ഞാൻ യാക്കോബക്കാരനായിരുന്നല്ലോ, അനേകര് മദ്യപാനമൊക്കെ നിർത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇത് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പം ഒരു മാമൃത്തി കുട്ടൻ എന്ന് പറഞ്ഞ ഒരാൾ വന്ന് പറഞ്ഞു, അച്ചോ പ്രസംഗം നിർത്താൻ പറഞ്ഞു. ഞാനിവിടെ ഉണ്ട്. സ്വർഗത്തിൽ പോകാനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കുട്ടൻ എന്ന് പറഞ്ഞാൽ വലിയ റൗഡിയാണ്. അച്ഛൻ അവിടെ നിന്നു. കുട്ടൻ പിന്നെ പ്രസംഗിച്ചോളം പറഞ്ഞു, പുള്ളി ഇതൊന്ന് കേൾക്കാൻ പറഞ്ഞു. സ്വർഗത്തിൽ പോകാനുള്ള വഴി ഞാൻ അങ്ങോട്ട് സ്വർഗത്തിന്റെ വാതിൽക്ക് പോയി നിൽക്കും. നിന്നിട്ട് എൻ്റെ നനഞ്ഞ ഈ അഴുക്ക് തോർത്തുണ്ടല്ലോ, അതെടുത്ത് ആ വാതിൽക്ക് കൂടെ പഠിച്ച് അകത്തോട്ടങ്ങ് എറിയും. അത് എറിയുന്ന സന്ദർഭത്തിൽ കർത്താവ് പറയും, ആരുടെയാടാ ഈ അഴുക്ക് തോർത്ത് കൂടെ വലിച്ചെറിഞ്ഞു, എടുത്തോട്ട് പാടാന്ന് പറയും. ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ഇതിന്റെ അകത്തോട്ട് കയറിയിട്ട് അതെടുക്കാൻ വേണ്ടി കയറും. പിന്നെ ഞാൻ ഇറങ്ങി പോകത്തില്ല. ഇങ്ങനൊന്നും സൂത്രത്തിൽ സ്വർഗത്തിൽ പോകാൻ ഒക്കത്തില്ല. പൂർണ്ണമായ വിശുദ്ധിയോടും കറ, ചുളുക്കം, മാലിന്യം ഒന്നുമില്ലാത്ത വിശുദ്ധന്മാരെ ചേർക്കാനാണ് കർത്താവ് വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ കല്യാണത്തിന്, ഈ കുഞ്ഞാടിനെ കല്യാണം നടക്കുമ്പോൾ അതിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള മണവാട്ടിയോടുകൂടെ മണവാട്ടി ആയിരിക്കത്തക്കൊണ്ണം, ആ കാന്ത എന്നുള്ള പദവിത്തിൽ നമ്മൾ ഉൾപ്പെടുവാൻ തക്കൊണ്ണം ദൈവമായ കർത്താവ് ഇടയാക്കട്ടെ. കുഞ്ഞാടിന്റെ കല്യാണത്തിൽ ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. ഇനി അടുത്തത് 20-ാം അധ്യായം 6-ാമത്തെ വാക്യം. 1-ാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശ്വസ്തനുമാകുന്നു. 2 പുനരുത്ഥാനാണ്. 1-ാം പുനരുത്ഥാനം, 2-ാം പുനരുത്ഥാനം. അവിടെ പ്രത്യേകം പറയാണ്, 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ. കർത്താവ് ഇപ്പോൾ വരുമ്പോൾ നമ്മൾ ഉയർത്തെഴുന്നേൽക്കത്തില്ലേ? ആ ഉയർത്തെഴുന്നേൽപ്പിൽ ഉള്ളവർ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവരുടെ വരവിങ്കൽ. ക്രിസ്തു ആദിഫലമായി ഉയർത്തെഴുന്നേറ്റു. അതിനോടുള്ള ബന്ധത്തിലാണ് നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പല്ല. അതാണ് 1-ാമത്തെ പുനരുത്ഥാനം. അതിൽ ഭാഗ്യവാനും വിശുദ്ധന്മാരുമാണ്. അവന്റെ മേൽ 2-ാം മരണത്തിന് അവകാശമില്ല. കർത്താവിന്റെ വരവിങ്കൽ നമ്മൾ ഇവിടെ കയറി വരുമെന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ അന്ന് എടുത്തുകൊള്ളപ്പെട്ടില്ലെങ്കിൽ അന്ന് ജീവനോടിരിക്കുന്ന ആൾക്കാർക്ക് വലിയ കഷ്ടതയാണ്. ഈ ലോകത്തിൽ വലിയ മഹോദരകൾ നടക്കാൻ പോവുകയാണ്. ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത, ഇനിമേൽ സംഭവിക്കാത്തതുമായ മഹാ കഷ്ടം അന്നുണ്ടാകും. അന്ന് രക്ഷിക്കപ്പെടുന്ന ആൾക്കാരുണ്ട്. എന്നാൽ വലിയ ബുദ്ധിമുട്ടാണ്. അത്രമാത്രം പീഡയാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് കർത്താവ് പറയാണ്, 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശ്വസ്തനുമാകുന്നു. അവരുടെ മേൽ 2-ാം മരണത്തിന് അവകാശമില്ല. 2-ാം പുനരുത്ഥാനം എന്ന് പറയുന്നത് നമ്മൾ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് അവിടെ കാണുന്നത്. മരിച്ചവർ ആബാലവൃദ്ധം വെള്ള സിംഹാസനത്തിന് മുമ്പിൽ വരുന്നു. കയ്യിൽ മുതലുള്ള സകല ആൾക്കാരും വരുന്നൊരു സന്ദർഭമാണ്. പുസ്തകങ്ങൾ തുറന്ന് വായിച്ചങ്ങോട്ട് കേൾപ്പിക്കും. നിങ്ങളുടെ പേരിൻ്റെ അകത്തില്ല. എല്ലാം ദൈവത്തിന്റെ വിധി എന്ന് പറഞ്ഞാൽ വിശ്വസ്തതയും അതേ ന്യായവുമായിട്ടുള്ള വിധിയാണ്. പുസ്തകങ്ങൾ തുറന്നവരെ കാണിക്കും.
നിങ്ങളുടെ പേരില്ലാത്തില്ല ജീവന്റെ പുസ്തകം, ഓർമ്മയുടെ പുസ്തകം, നിങ്ങളുടെ ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്. വേദപുസ്തകം പിന്നെ അത് വായിച്ചിന്റെ ശിക്ഷാവിധി ഇതാന്ന് പറഞ്ഞ് അവരെ ഉയർത്തെഴുന്നേറ്റ് വന്നവരെ എന്നേക്കുമുള്ള തീപ്പൊയിലേക്ക് തള്ളിയിടുന്ന ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാർ. എന്താണ് ഒന്നാം പുനരുത്ഥാനം? കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനത്തോടും ശബ്ദത്തോടും ദൈവത്തിന്റെ കാകളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിനും മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായി താൻ രൂപാന്തരപ്പെടും. അവർ ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരെ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുള്ളി. അതാണ് ഒന്നാം പുനരുത്ഥാനം. അതാണ് വെളിപ്പാട് 4-ാമത്തെ ആയിട്ട് നടക്കാൻ പോകുന്നത്. ഇവിടെ കയറി വരുവീൻ എന്നുള്ള ശബ്ദം 4-ാം അധ്യായം. അനന്തരം സ്വർഗത്തൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാകളനാഥം പോലെ എന്നോട് സംസാരിച്ചിട്ട ആദ്യത്തെ ശബ്ദം, ഇവിടേക്ക് കയറി വരിക, മേലാ സംഭവിപ്പാടുന്നത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. സ്വന്തം. ഇനി 6-ാമത്തെ വിഷയം 22-ാം അധ്യായം 7-ാമത്തെ വാക്യം. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. 6-ാമത്തെ വിഷയം ഇത് പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. ദൈവത്തിന്റെ വചനം പ്രമാണിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാരാണ്. ഇത് ഇന്ന് ഈ 7 ഭാഗ്യവാന്മാരെ കുറിച്ച് പറഞ്ഞില്ലേ? ഞാൻ ഇടാൻ പോകുന്ന പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യനാണ് കേട്ടോ. അന്നേരം നിങ്ങൾ വെല്ലമൊക്കെ എഴുതി വെക്കല്ലേ കേട്ടോ. ഉണ്ട്, വളരെ ശ്രദ്ധയോടെ പഠിക്കണം. ഇതെല്ലാം എഴുതണം കേട്ടോ. എത്ര പേരുണ്ട്? 24 പേരുണ്ട്. അപ്പം ഞാൻ ചോദിക്കും, അവസാനത്തെ കൂടെ പറഞ്ഞു നമുക്ക് നിർത്താം. 22-14 ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മുടെ വസ്ത്രം അലക്കണം കേട്ടോ. ചിലർക്ക് രാത്രി കിടക്കുന്ന അതേ വേഷത്തിൽ സഭായത്തിന് പോകുന്ന എൻ്റെ ശുശ്രൂഷ കാലത്തൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവരെല്ലാം പറഞ്ഞു, കാരണം രാത്രി ഈത്ത എല്ലാം പാറ്റിക്കും ആ വേഷത്തിൽ വന്ന് ആരാധനയ്ക്ക് ഇരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ചെയ്യരുത് കേട്ടോ. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ ദൈവത്തെ മഹത്വം. ഈ ലോകത്തിൽ അങ്ങനെ ആയിരിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, ഈ ലോകത്ത് നമ്മൾ ആയിരിക്കുമ്പോൾ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ, തുണി അലക്കുന്നവരെ ഭാഗ്യവാന്മാർ. അതിന്റെ അർത്ഥം എന്തുവാ? ജീവിതമാകുന്ന വസ്ത്രം. നമ്മുടെ ജീവിതം ഉണ്ടല്ലോ എന്നും കഴുകി വെടിപ്പാക്കണം. നമ്മുടെ ജീവിതം നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ ഒരു പുതിയ ഷർട്ട് ഇട്ടുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോൾ ഈ ലോകത്തിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ നിശ്ചയമായും അതേ പൊടി പറ്റും. കാരണം നമ്മൾ വഷളത്തം നിറഞ്ഞ ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ അറിയാതെ പൊടി പറ്റും. അത് പറ്റിക്കഴിഞ്ഞാൽ ഉടനെ അതും പറ്റുകൊണ്ട് അങ്ങ് നടക്കുകയല്ല, അത് കഴുകണം. കർത്താവിന്റെ രക്തമാണ് അതിന് നമുക്ക് ആവശ്യമായത്. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞില്ലേ? തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. ദൈവസന്നിധിയിൽ ഇന്ന് ഒരു വിശുദ്ധിയോടെ നമ്മൾ വായിക്കുന്നില്ലേ? 1 യോഹന്നാൻ 3-ാം അധ്യായം, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞില്ല. പ്രിയമുള്ളവരെ, നാം ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താണ്ടിരിക്കുമ്പോൾ തന്നെ കാണുന്നതുകൊണ്ട് അവനോട് സാദൃശ്യന്മാരാകും. അടുത്തത്, അവനിൽ ഈ പ്രത്യാശയുള്ളവനല്ല, അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കട്ടെ. നമ്മുടെ കർത്താവ് എങ്ങനെയാ? പവിത്രൻ, നിർദോഷൻ, നിഷ്കളങ്കൻ, പാപികളിൽ നിന്ന് വേർപെട്ടവൻ. അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കട്ടെ. 7 ഭാഗ്യവാന്മാരെ കുറിച്ചാണ് പറഞ്ഞത്. ഒന്ന് ഈ പ്രവചനം വായിച്ച് കേൾപ്പിക്കുന്നതിനും കേൾക്കുന്നതിനും അതിലെഴുതിക്കുന്നതിനും പ്രമാണിക്കുന്നതിനും ഭാഗ്യവാൻ. 1-ാം അധ്യായം 3-ാം വാക്യം. 14-ാം അധ്യായം 13-ാമത്തെ വാക്യം, കർത്താവിൽ മരിക്കുന്നവർ ഭാഗ്യവാന്മാർ. 16-15 തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗ്രതയും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. 19-9 കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. 20-ാം അധ്യായം 6-ാം വാക്യം, 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ. 22-7 ഈ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. 22-14 തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. ഒരു 3 മിനിറ്റോടെടുത്ത് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്താണ് ഇവിടെ വായിക്കുന്നത്, സമയം അടുത്തിരിക്കുന്നു. അതാ സമയം അടുത്തിരിക്കുന്നു. ആ പാരഗ്രാഫ് 3-ാം വാക്യം തീരട്ടെ. സമയം അടുത്തിരിക്കുന്നു. സമയത്തെക്കുറിച്ച് വലിയൊരു ബോധം നമുക്കുണ്ടായിരിക്കും. പലർക്കും സമയത്തെക്കുറിച്ചൊരു ബോധമില്ല. ലണ്ടനിൽ ഒരു മനുഷ്യൻ അദ്ദേഹം ഒരു തെരുവിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, എന്റെ കയ്യിൽ അനേകം കുതിരപ്പാവനുണ്ട്, ആരെങ്കിലും വരാമെങ്കിൽ വെറുതെ എന്നാക്കാന്നു. അര മണിക്കൂറിനകം വന്നാൽ ഇത് മുഴുവൻ കൊടുത്തേക്കാന്ന് പറഞ്ഞു. വഴിയെ വന്നിട്ട് പറഞ്ഞു, പുള്ളി വട്ട് പറയാമെന്ന് പറഞ്ഞു.
ആരെങ്കിലും കുതിരപ്പം വെറുതെ കൊടുക്കൂ? അവസാനം പുള്ളി പറഞ്ഞു, ഇനി 1/2 മിനിറ്റേ ഉള്ളൂ, ആരും വന്നില്ല. അദ്ദേഹത്തെ വട്ടാന്ന് പറഞ്ഞ ആൾക്കാരങ്ങി അദ്ദേഹത്തെ കളിയാക്കി പോവുക. അവസാനം ഒരു മനുഷ്യന് ഈ 1/2 മിനിറ്റോട് തീരാറായപ്പോഴത്തേക്ക് ഓടി വന്നു നോക്കാന്ന് വിചാരിച്ചു. അദ്ദേഹത്തിന് കുറെ പാവൻ എടുത്തു കൊടുത്തു. അത് കൊണ്ട് തട്ടാന്റെ കടൽ കുറച്ച് നോക്കി വന്നാൽ 1-ാം തരം പാവൻ. അപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം ഓടി വന്ന് ഞങ്ങൾക്ക് തരണമേ. സമയം പോയെന്ന് പറഞ്ഞു. സമയം പോയി. നോക്കയുടെ പെട്ടകം ഉണ്ടല്ലോ, വാതിലടയ്ക്കാൻ പോകുന്നു, വരണം എന്ന് പറഞ്ഞിട്ട് ഒറ്റ കുഞ്ഞുങ്ങൾ വരുന്നില്ല. വാതിലടച്ചു കഴിഞ്ഞ് മഴ പെയ്തപ്പം അളിയന്മാരൊക്കെ വന്നു, അളിയാ തുറക്കണമെന്ന് പറഞ്ഞു. നടക്കത്തില്ല, ഇവിടെ അളിയനൊന്നുമില്ല കേട്ടോ. അന്നേരത്തെ വലിയ നോക ആരും ഈ അളിയന്മാരെല്ലാം പരിഹരിച്ചതാ. ഇപ്പം വന്നോണ്ടല്ലോ എന്തൊരു കാര്യമാണ് അളിയാ. കർത്താവിന്റെ വരെങ്കിൽ അളിയന്മാരൊന്നുമില്ല കേട്ടോ. സമയം അടുത്തിരിക്കുന്നു. ഒരു 2 വാക്യം നമുക്ക് വായിച്ചിട്ട് നിർത്താം. 2 പത്രോസ് 3:9 വായിച്ച നമ്മളെ ആരെങ്കിലും. ചിലർ താമസം വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ചു നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. താമസം എന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല കേട്ടോ. എല്ലാവരും മാനസാന്തരപ്പെടാനാണ് ഇത്രയും നാളിങ്ങനെ താമസിച്ചത്. ഇനി 10 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കയറുന്ന ഉറങ്ങാമല്ലോ. അപ്പൊ നിങ്ങൾ വിഷമിക്കില്ലേ? ചിലർ താമസം എന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. മത്തായി 8:29 വായിച്ചേ. അവർ നിലവിളിച്ചു, ദൈവപുത്ര, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? സമയത്തിനു മുൻപേ ഞങ്ങളെ ദണ്ഡിപ്പിപ്പാൻ ഇവിടെ വന്നുവോ എന്ന് പറഞ്ഞു. പിശാചിന് സമയത്തെ കുറിച്ച് ബോധമുണ്ടായിരുന്നു. നമുക്ക് ബോധമുണ്ടോ? ഇത് ഗദർദേശം നടക്കുന്ന സംഭവം. കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പം പിശാച് ബാധിച്ച മനുഷ്യൻ വിളിച്ച് പറയാണ്, അതെ പിശാച് പറയാണ്, എനിക്ക് നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ സമയത്തിന് മുമ്പേ ദണ്ഡിപ്പിക്കരുത്. നോക്കണമേ, പിശാചിന് സമയത്തെ കുറിച്ച് നല്ല ബോധമാണ്. ഇനി അധികം നാളില്ലെന്ന് പിശാചിന് നല്ലവണ്ണം അറിയാം. ആ ബോധം നമുക്കുണ്ടോ? സമയത്തിന് മുമ്പ് ഞങ്ങളെ ദണ്ഡിപ്പിക്കരുത്. കടന്ന് വെയിൽ അപേക്ഷിക്കുക. സമയത്തിന് മുമ്പ് ഞങ്ങളെ ദണ്ഡിപ്പിക്കരുത്. ഞങ്ങളെ ഇവിടുന്ന് പറഞ്ഞു വിടുകയാണെങ്കിൽ പന്നിയിലേക്ക് പറഞ്ഞു വിടുന്നു. കർത്താവ് പറഞ്ഞു പന്നിയിലേക്ക് പോക്കോളം പറഞ്ഞു. ഒരു പവറിന്റെ 2000 പന്നികളാണ്. ഈ പന്നിക്കൊന്നാതെ ബോധമില്ല. ഈ പന്നിയുടെ ദേഹത്തോട് ഭൂതല്ല അവിടെ കയറി കഴിഞ്ഞപ്പോഴേ ഒന്നാതെ ബോധമില്ലാത്തതാണ് പന്നി. ഈ ഭൂതം കൂടെ കയറി കഴിഞ്ഞപ്പോൾ അതിന്റെ പോക്ക് കണ്ടു. എല്ലാം ചെന്ന് കടലിൽ ചെന്ന് ചത്തുകളും. ഒരു യഹൂദന്മാരെ പന്നി നിഷദ്ധ. ഇപ്പൊ അവർ പിന്മാറ്റത്തിൽ പോയി കഴിഞ്ഞപ്പോ ഇപ്പൊ പന്നിയെ മേയ്ക്കുന്ന പരിപാടിയാണ്. നോക്കണമേ, സമയത്തിന് മുമ്പ് ഞങ്ങളെ ദണ്ഡിപ്പിക്കരുത്. സമയത്തെ കുറിച്ച് വലിയ ബോധമുണ്ട്. വെളിപ്പാട് 12-ാമത്തെ വാക്യത്തിൽ പിശാചിനെ തള്ളി താഴിട്ടപ്പോൾ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ സന്തോഷിപ്പിൻ, പിശാചിനും അവന്റെ ദൂതന്മാർക്കും അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ്, അല്പകാലം അവർക്കറിയാം ഇനി അല്പകാലം ഉള്ളൂ എന്നറിഞ്ഞ് മഹാഗ്രഹത്തോടെ ഇറങ്ങി വന്നിരിക്കുന്നു. അപ്പൊ സമയത്തെ കുറിച്ച് വലിയ ബോധം ആർക്കുണ്ട്? പിശാചിനുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഇല്ല. അപ്പൊ അതിന് മുമ്പ് കുറെ പേരെ കൂടെ തന്റെ പാർട്ടി ചേർക്കാൻ തക്കൊണ്ണം സമയം അധികം ഇല്ലാത്തതുകൊണ്ട് അവനെ ഓടി നടക്കുക. അല്പകാലം ഉള്ളുവേ എന്ന് അറിഞ്ഞ് ഈ മർക്കോസിന് സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 34 വാക്യം വായിച്ചേ. സമയത്തെ കുറിച്ചുള്ള ബോധം വായിച്ചേ. ഒരു മനുഷ്യൻ വീട് വിട്ട് പരദേശത്തേക്ക് പോകുമ്പോൾ ദാസന്മാർക്ക് അധികാരവും അവന് അതാത് വേലയും കൊടുത്തിട്ട് വാതിൽ കാവൽക്കാരനോട് ഉണർന്നിരിപ്പാൻ കൽപ്പിച്ചതുപോലെ തന്നെ യജമാനൻ സന്ധിക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂകുന്ന നേരത്തോ രാവിലെയോ എപ്പോൾ വരുമെന്ന് അറിയായി കൊണ്ട് അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കേണ്ടതിന് ഉണർന്നിരിപ്പിക്കും. അവിടെ വായിക്കുന്ന അത്തിയെക്കുറിച്ച് അതിന്റെ 28 മുതൽ വായിക്കുമ്പോൾ അത്തിയെക്കൊണ്ട് നോക്കി രൂപം പാടിപ്പി. അതിന്റെ കൊമ്പിളതായി ഇളതെടുക്കുമ്പോൾ വേഗം അടുത്തിരിക്കുന്ന നിങ്ങൾ അറിയുന്നില്ലയോ? ഇതൊക്കെ സംഭവിക്കുമ്പോൾ അവൻ വാതുക്കലായിരിക്കുന്ന അറിഞ്ഞുകൊള്ളുവീൻ. സമയം അടുത്തിരിക്കുന്നു. എനിക്ക് അത്തിയെക്കുറിച്ച് കുറച്ച് കാര്യം പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. നമ്മുടെ സമയം പോയി. ഇന്ന് ലോകത്ത് നടക്കുന്ന ഇസ്രായേൽ യുദ്ധമുണ്ടല്ലോ, അതിനെപ്പറ്റി ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. ഇസ്രായേലും ലോകരാഷ്ട്രങ്ങളും അതൊക്കെ വെളിപ്പാട് പുസ്തകത്തിലുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇത് 366 ദിവസത്തെ ക്ലാസ്സുകളാണ്. സമയം അടുത്തിരിക്കുന്നു. ഇന്നത്തെ നാഴിക നോക്കിയാൽ മതി. ഇന്ന് ഇസ്രായേലിനെ തകർക്കാൻ തക്കണം നോക്കുന്നില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇസ്രായേലിനെ മുടിക്കാൻ തക്കണം പോകുന്നില്ല. ഇപ്പം ദൈവം അവർക്ക് അനുകൂലമായി നിൽക്കുകയാണ്. എല്ലാ രാജ്യങ്ങളും ശ്രമിച്ചാൽ ഇപ്പം നടക്കത്തില്ല. എന്നാലും പരാജയപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട്. അത് പിന്നീട് നമുക്ക് തെളിയിക്കാം. ഇന്നത്തെ അത്തി തളിർത്ത് ലോകത്തിന്റെ മധ്യഭാഗത്ത് പ്രക്ഷോഭിച്ചിരിക്കുന്ന കാണാനൊക്കത്തില്ലേ? തളിർത്തിരിക്കുകയാണ്. അടുത്ത ആഴ്ച ഞാൻ അല്പം കാര്യം അതിനെപ്പറ്റി പറയാം. അതുകൊണ്ട് സമയം അടുത്തിരിക്കാൻ നമ്മൾ സമയത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം.
സമയമെടുത്തിരിക്കുന്നു. ദൈവത്തിന്റെ കരങ്ങളിൽ അത് നമ്മൾ 1 തെസ്സലോനിക്കർ ഒരു വാക്യം വായിച്ചു നിർത്താം. 1 തെസ്സലോനിക്കർ 5:1-2 വാക്യോട് വായിച്ചു നിർത്താം. സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. കള്ളൻ രാത്രി വരുന്ന പോലെ. കള്ളൻ രാത്രി വരുന്നത് എന്തിനാ? നമ്മുടെ വീട്ടിലെ ഈ കുപ്പ കിടക്കും ചട്ടി എടുത്തുകൊണ്ട് പോകാനാണോ? ആണോ വരുന്നത്? നമ്മുടെ വീട്ടില് കള്ളൻ വരുന്നത് ഒടിഞ്ഞ തവിയൊക്കെ എടുക്കാനാണോ? അല്ല. അവിടെ ഏറ്റവും നല്ല നിക്ഷേപം ഇരിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ടാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ കർത്താവ് രാത്രി വരുന്ന, കള്ളൻ രാത്രി വരുന്നത് പോലെ, കള്ളനായിട്ടൊന്നല്ല വരുന്ന പോലെ കർത്താവ് വരുന്നത് തന്റെ വിലയേറിയ സഭയെ, തന്റെ നിക്ഷേപമാണ്. നമ്മൾ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ എന്റെ വിലയേറിയ സമ്പത്താകുന്നു. കർത്താവ് പറഞ്ഞു, നിന്റെ നിക്ഷേപം ഇരിക്കുന്നത് നിന്റെ മനസ്സരിക്കും. നമ്മുടെ നിക്ഷേപം ഉണ്ടെങ്കിൽ അവിടെ മനസ്സരിക്കും. ദൈവം പറയുന്നു, നിങ്ങൾ എന്റെ വിലയേറിയ സമ്പത്താകുന്നു. അപ്പം ദൈവത്തിന്റെ മനസ്സെപ്പോഴും ഈ സമ്പത്തിന്മേലെ ഇരിക്കുന്ന, ഈ സമ്പത്ത് നമ്മൾ സമ്പത്താ. ദൈവത്തിന്റെ മനസ്സ് ഈ സമ്പത്തിന്മേലെ ഇരിക്കുന്നത്. ആ സമ്പത്ത് എടുക്കാനാണ് കർത്താവ് വരുന്നത്. അവന്റെ നിശ്ചയമായിരിക്കുന്ന അവന്റെ സമ്പത്താകുന്നു നമ്മൾ എടുക്കാൻ തക്കണം. നമ്മൾ വിലയേറിയവരാ. ലോകത്തിൽ നമ്മളെ അറിയത്തില്ല. കർത്താവ് വരാൻ അടുത്തിരിക്കുന്നു, സമയമെടുത്തിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഒരുങ്ങിയിരിക്കാം. ആ വാക്യം ഞാൻ വായിച്ച് അവസാനിപ്പിക്കട്ടെ. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്ന ഒരു ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. ആ ബോധം നമുക്കുണ്ടായിരിക്കും. ഇനി അല്പകാലമേ ഉള്ളൂ.